പുകവലി ആരോഗ്യത്തിന് ഹാനികരം. ഇത് അർബുദത്തിന് കാരണമാകുന്നു. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ഇറ്റ് കോസസ് ക്യാൻസർ. छत्रपति शिवाजी टर्मिनस जाने वाली गाड़ी छत्रपति शिवाजी टर्मिनस छत्रपति शिवाजी टर्मिनस जाने वाली Just a little bit more, just ഹലോ. അലി ഇമ്മീഡിയറ്റ്ലി മെഡിക്കൽ ഷോപ്പിൽ വെച്ച് വിക്കിയെ മീറ്റ് ചെയ്യൂ. അവിടെ പ്രോജക്റ്റ് ഡീറ്റെയിൽസ് വിക്കിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ സാർ.
വിക്കി, ഇത് അലിയാണ് സംസാരിക്കുന്നത്. ഡോക്ടർ ബാനർജി ഒരു വിവരം അയച്ചിട്ടുണ്ട്, ഇപ്പോൾ തന്നെ കണ്ടുമുട്ടാൻ. താങ്ക്സ്. എവിടെ? മുകളിൽ. ഇതിന് എത്രയാണ്? അതിന് 40 രൂപ. Good morning. Hi, good morning. Good morning. Is he on? Let me check. ഹലോ ഗൈസ്. Good morning, sir. Good morning, sir. മോർണിംഗ്. എന്തു പറ്റി? മുഖം എന്താ ഇങ്ങനെ വല്ലാതെ വാടിയിരിക്കുന്നല്ലോ? നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇന്ത്യയൊട്ടാകെ ഒരുപാട് കൊലപാതകം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നെക്സ്റ്റ് ടാർഗറ്റ് കൊൽക്കത്തയാണ്. നിങ്ങളിവിടെ വിളിപ്പിച്ചതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇത്രയും കാലം വെറുതെ ഇരുന്നിട്ട് ഇപ്പം മർഡർ കേസ്. I didn't call the special task force to solve petty crimes. Vicky, go to our database. Okay. Seven murders in a gap of 7 days. If we connect the 7 places, then we get Only one pattern. And the point pattern shows a question mark. Exactly. പാറ്റേൺ അനുസരിച്ച് ഡോട്ട് കൊൽക്കത്തയിലേക്ക് വരുന്നതെന്ന് തോന്നുന്നു. There is another strange thing about About these murders. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതിനാണ് ഇവരെല്ലാം വെടിയേറ്റ് മരിച്ചത്. എന്നാൽ ഒരു ഫിംഗർ പ്രിന്റോ എവിഡൻസോ ഒന്നും അതിന് ലഭിച്ചിട്ടില്ല. ഇന്റലിജൻസിൽ നിന്നും ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഈ മർഡേഴ്സിന് പിന്നിൽ അവർക്ക് വലിയൊരു മോട്ടീവ് ഉണ്ടാവാം. ഒരു വലിയ അറ്റാക്കിനുള്ള പ്ലാനും ഉണ്ടാവാം. You will have to find out within 7 days. ബാക്കി ഡീറ്റെയിൽസ് വിക്കി തരും. ആൻഡ് അലി, Choose your team wisely. ഓൾ ദി ബെസ്റ്റ്. Thank you, sir. കഴിഞ്ഞ കുറേ മാസങ്ങളായി ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് സന്ദർശിക്കാൻ എത്തിയിരുന്നു. അവരിൽ ചിലർ തിരികെ പോയി, ചിലർ തിരികെ പോയില്ല. അവരിൽ 2 പേർ യാക്കൂബ് ഖാൻ മെഡിക്കൽ വിസയിൽ ഇന്ത്യയിലെത്തി, പക്ഷെ തിരിച്ചു പോയിട്ടില്ല. ഷോയബ് ഖാദ്രി ബ്ലോഗറാണ്. Call Chennai Hospital. Good morning, Annamalai Hospital. How may I help you? Hold on, sir. Yes, sir. He is in cabin number 305. It's a case of critical liver damage. Thank you, sir. ഷോയബ് ഖാദ്രി. ഈ ഷോയബ് ഖാദ്രി 4 മാസമായി കൊൽക്കത്തയിലെ നൈറ്റ് ലോഡ്ജിലാണ് താമസിക്കുന്നത്. രാത്രി മുഴുവൻ ചുറ്റിക്കറങ്ങുകയും ചെയ്യും. ഫ്രിക്കിൾ മൂവ്മെന്റ്. രാത്രി ഗസ്റ്റ് ലോഡ്ജ്, ഗ്രീഷ് പാർക്ക്. ഈ ഷോയബ് ഖാദ്രിയുടെ അച്ഛൻ കൊൽക്കത്തയിലെ ആളാ. ജെറുസലേം യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. കൗശിക് വീണ്ടും നമ്പർ മാറ്റിയോ?
ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. ഇത്തരത്തിലുള്ള സ്പെസിഫിക് പാറ്റേൺ യൂസ് ചെയ്യാനുള്ള കാരണം? He's a player. He wants to play. ഇന്ത്യ മുഴുവനും സ്പ്രെഡ് ആകുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. എന്താണ് സംഭവിക്കുന്നത്? അത് 7 പേരുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു. നീ ഒരു കാര്യം ചെയ്യും, പ്രീവിയസ് ആക്ടിവിറ്റീസ് ആൻഡ് ഡീറ്റെയിൽസ് എനിക്ക് മെയിൽ ചെയ്തേര്. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം ഗൈസ്? ഒടുവിൽ 1 വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുമുട്ടുന്നു. എൻ്റെ ടൈമും ബോഡിയും രണ്ടും ഇംപേഷ്യൻ്റ് ആയിരുന്നു. എന്തുകൊണ്ട്? നിങ്ങളുടെ സമയത്തിന് എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് എല്ലാത്തരം വാച്ചുകൾ ഇഷ്ടമാണ്. റോളെക്സ്, ചിലപ്പോൾ ടൈറ്റൻ. എന്ത് ചെയ്യാനാ? നിനക്കുള്ളതുപോലെ ഒരു മെന്റൽ സ്ട്രെങ്ത് എനിക്കില്ല. മനസ്സിനെ കൺട്രോൾ ചെയ്ത് സമയം നിശ്ചലമാക്കാനായിട്ട്. അതേ പഴയ കൗശികാണല്ലോ. ഓക്കെ ലിസൺ, സമയം വളരെ കുറവാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, വിക്കിൽ നിന്നും മിഷൻ ബ്രീഫ് എടുത്ത് ഏജന്റ്മാരോട് ആക്റ്റീവ് ആകാൻ പറ. ഓക്കെ. ഓക്കെ, നീ എങ്ങോട്ടാ പോന്നെ? ഒരു അതിഥിയെ സ്വാഗതം ചെയ്യാൻ. ആ തീ ഇങ്ങോട്ട് തരാമോ? Can I have the lighter, please? Thank you. Where do you stay? എനിക്കറിയില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇസ്രായേൽ. ഇസ്രായേലിൽ നിന്ന് മലയാളിയോ? എൻ്റെ അച്ഛൻ ഈ കൊൽക്കത്തയിലെ സ്ട്രേഞ്ച് സ്ട്രീറ്റിലാണ് ജനിച്ചത്. കൊൽക്കത്തയിലുള്ള എൻ്റെ ഇൻട്രൊഡക്ഷൻ അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയാണ്. ആരെങ്കിലും കാണാനാണോ? ഐ എം എ ബ്ലോഗർ. ബ്ലോഗർ? എന്തിനെ കുറിച്ചാണ് എഴുതുന്നേ? ഓ, കൊൽക്കത്ത. Thanks for the lighter. പക്ഷെ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഏജന്റ് സോഹബ് കദ്രിയെ ജംഷഡ്പൂർ വെച്ച് ഐഡന്റിഫൈ ചെയ്തു. ദ ഡേ ഓഫ് മർഡർ. നിങ്ങളുടെ സോഴ്സിനെ തെറ്റിട്ടില്ലല്ലോ? നോ. സോഹബിന്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഏജന്റ് ഷെയർ ചെയ്തു. സോഹബിന്റെ പിക്ചർ കണ്ട ഉടനെയാണ് എൻ്റെ ഏജന്റ് എനിക്ക് ഇൻഫർമേഷൻ നൽകിയത്. കൗശികിന്റെ എല്ലാ ഇൻഫോർമേഴ്സും ഏജന്റ്സും ഗേൾസ് ആണ്. ഗേൾസ് നെവർ ബെട്രേ കൗശിക്. നെവർ. നിങ്ങൾ ഹാർഡ് ഡിസ്ക് റിക്കവർ ചെയ്യൂ. കൗശിക്, ലെറ്റ്സ് ഗോ. ഇൻഫാക്ട് ഞാൻ ലോഡ്ജിന്റെ ചുറ്റുവട്ടത്ത് നിന്ന് ഞാൻ ഇൻഫർമേഷൻ ശേഖരിച്ചിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം അവനെപ്പോഴും റൂമിന്റെ പുറത്താണ് ഇരിക്കുന്നത്. ചില സമയങ്ങളിൽ അവൻ റൂമിലേക്ക് പോലും വരാറില്ല. Then we should go. വാ, നീ ഹാർഡ് ഡിസ്ക് റിക്കവർ ചെയ്യും. ഓക്കെ. എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? 2 ദിവസം മുമ്പ് നിങ്ങൾ ജംഷഡ്പൂരിൽ എന്താണ് ചെയ്തിരുന്നത്? വാട്ട്? ജംഷഡ്പൂർ? അതെ, ജംഷഡ്പൂർ. നോ മാൻ. പക്ഷേ ഹോട്ടലുകൾ മറ്റൊന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ മിക്ക ദിവസവും റൂമിന്റെ പുറത്തുനിന്നാണെന്നല്ലോ കേൾക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ റൂമിലേക്ക് പോലും വരാറില്ലെന്ന്.
വെയിറ്റ്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ അവർ എപ്പോഴും എൻ്റെ റൂമിൻ്റെ കീ ഹോളിലൂടെ നോക്കാറുണ്ട്. ഇവയെല്ലാം തെറ്റാണ്. ചോദിച്ചതിൻ്റെ ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. That's what I am doing, officer. നോക്കൂ മിസ്റ്റർ ഖാദ്രി, അതിഥികളെ സ്വാഗതം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഞങ്ങൾ. എന്നാൽ അതിഥിയുടെ വേഷത്തിൽ ഒരു ശത്രു നമ്മുടെ നാട്ടിൽ കടന്നു കയറിയെന്ന് തോന്നിയാൽ അവനെ കൊന്ന് ഒരു ഉയർന്ന കെട്ടിടത്തിനോ ലോഡ്ജിന് താഴെയിടാനോ കുഴിച്ചിടാനോ ഒരു നിമിഷം പോലും ഞങ്ങൾ മടിക്കില്ല. Good. Go ahead. നിങ്ങൾക്കും അറിയാം, അവനും അറിയാം, എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. I am your guest and you have to answer Government of India and Israel. മിസ്റ്റർ ഖാദ്രി, നിങ്ങളുടെ എല്ലാ ഐഡന്റിഫിക്കേഷൻസും അയക്കാൻ എനിക്ക് സമയമെടുക്കില്ല. It's too much. You know what? I want to speak to my lawyer. First talk to me and then talk to your lawyer. As expected. ഒരു സിറ്റിസണിന് സേഫ്റ്റിയോ ലോയറോ ലഭിക്കാത്ത സിറ്റി ഒരു ടൂറിസ്റ്റിനെ അവൻ എങ്ങനെ ലഭിക്കും? സിറ്റിയുടെ രീതി സിറ്റിസൺ സിമിലർ ആണ്. ഫോൺ. Hello, sir. But, sir? Okay, sir. May I go now? See you, buddy. Very soon. Excuse me. What happened? Yes, sir. Calm down. ഇതൊന്നും കൊണ്ടാൽ ഒന്നും സംഭവിക്കില്ല. But I know he's our man, sir. Maybe or maybe not. Yes, sir. തെളിവില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. And you know the consequences. But he's our man. Carry on. ഹലോ, ഞാൻ ഡോക്ടർ ബാനർജിയുടെ കൂടെയാണ്. എനിക്ക് സമയമെടുക്കും, കുറച്ച് കഴിഞ്ഞ് നീ എന്നെ വിളിക്കാം. ഞാൻ വെക്കുക. Wait for the right opportunity. യെസ് സർ. 7 കമ്പ്യൂട്ടറിന്റെയും ഹാർഡ് ഡിസ്ക് ഞാൻ ചെക്ക് ചെയ്തു. ഹലോ, അതെ. അതിൽ 7 കമ്പ്യൂട്ടറിന്റെയും ഹാർഡ് ഡിസ്ക് ഫോർമാറ്റ് ആണ്. ഒരു നിമിഷം. അതെ, പറയൂ. ഒന്നൊഴികെ. അവന്റെ പേര് റോക്കി. അവൻ ജംഷഡ്പൂരിലെ വിക്ടിമാണ്. അത് ഞാൻ കേൾക്കുന്നു. പറയൂ. എന്നിട്ട് റോക്കിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് എനിക്ക് ഡാറ്റ ഒന്നും കിട്ടിയില്ല. കുറച്ച് ഫോട്ടോസ് മാത്രമേ കിട്ടിയുള്ളൂ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നുമില്ല. അതായത് ഞാൻ റോക്കിയുടെ വെബ് ഹിസ്റ്ററി മുഴുവൻ നോക്കി. ശരിക്കും പറയുകയാണെങ്കിൽ അവന് ഇന്റർനെറ്റ് വാർത്തകൾ വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൻ ഡിലീറ്റ് ചെയ്തില്ല. കണ്ടെത്തിയവ ഒഴികെയുള്ള പ്രധാന കാര്യങ്ങൾ അവൻ ഡിലീറ്റ് ചെയ്ത് കാണും. ബാക്കിയുള്ള 6 കമ്പ്യൂട്ടറിൽ നിന്നും എന്തെങ്കിലും കിട്ടിയോ? അതിനുവേണ്ടി 6 ഹാർഡ് ഡിസ്കുകളും റിക്കവർ ചെയ്യേണ്ടി വരും. പിന്നെ ബാക്കിയുള്ളതിൽ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. Kaushik, any lead? Nothing till now.
ഹാക്കർ. നൗ വി നീഡ് എ വെരി ഗുഡ് ഹാക്കർ വിത്ത് അസ്. ഞാനിവിടെ ഉള്ളപ്പോൾ പുതിയ ഹാക്കറോ? അത് വേണം. ഇന്റർനെറ്റിൽ മെയിൻലി 3 ലേയേഴ്സ് ഉണ്ട്. കോഫി. അതെനിക്കറിയാം. അപ്പോൾ അവ എന്തൊക്കെയാണ്? പ്ലീസ് ഇത് കൗശിക്കിനോട് ചോദിക്കേ. കൗശിക്, പ്രധാനമായും 3 ലെയർ ഉണ്ട് ഇന്റർനെറ്റിൽ. നിനക്ക് മനസ്സിലായോ? ഐ നോ അബൌട്ട് വൺ, സർഫേസ് വെബ്. സർഫേസ് വെബ്, ഡീപ്പ് വെബ് ആൻഡ് ഡാർക്ക് വെബ്. സാധാരണ ജനങ്ങൾ കാണാൻ കഴിയുന്ന ലൈറ്റ് വെബാണ് സർഫേസ് വെബ്. ശരിയാണ്. സോ അപ്പോൾ എന്താണ് ഡീപ്പ് വെബ്? ശരിക്കും ഡീപ്പ് വെബിൽ ഗവൺമെന്റ് പൊളിറ്റിക്സ്, എഡ്യൂക്കേഷൻ റിസോഴ്സസ് ഇതൊക്കെയുണ്ട്. അപ്പോൾ എന്താണ് ഡാർക്ക് വെബ്? അത് നിങ്ങളെപ്പോലുള്ള ആളുകൾക്കാണ്. എന്നെപ്പോലെ ആളുകളോ? എൻക്രിപ്റ്റ് ചെയ്ത എല്ലാ ഡാറ്റയും, ഇല്ലീഗൽ പോണ്ട്, ഇതെല്ലാം അതിൽ മറിഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? മനസ്സിലായി. ആൻഡ് വിക്കി അയച്ചു തന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലായത് കൊലപാതകങ്ങളെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുന്ന 7 പേരും ഏതെങ്കിലും രീതിയിൽ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ഹാക്കർമാർ മാത്രമായിരുന്നു ലക്ഷ്യം അല്ലേ? അല്ലെങ്കിൽ കൾപ്രിറ്റ്സ്. വിക്കി, നീ ഒരു കാര്യം ചെയ്യ്, സ്റ്റാർട്ട് ട്രാക്കിംഗ് ഓൾ ഹാക്കേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് വെസ്റ്റ് ബംഗാൾ. ആൻഡ് കൗശിക്, നിങ്ങളുടെ ഏജന്റ്മാരോട് ഉടനെ ആക്റ്റീവ് ആകാൻ പറ. അതുകൂടാതെ ഇൻ ആൻഡ് അറൌണ്ട് വെസ്റ്റ് ബംഗാളിലുള്ള എല്ലാ ഹാക്കേഴ്സിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കളക്ട് ചെയ്ത് തരണം. ഓക്കെ. ഹലോ സർ, ഇപ്പോൾ എവിടെയാ? കൊൽക്കത്തയിൽ. ഞാൻ നിനക്ക് പുതിയ മെഡിസിൻ കോമ്പോസിഷൻ അയക്കുന്നുണ്ട്, അതൊന്ന് നീ നോക്ക്. മനസ്സിലായി. അതെനിക്ക് എത്രയും പെട്ടെന്ന് അയച്ചു വിടുന്നു. ഓക്കെ. വിക്കി, നീ രാജുവിന് ഇമീഡിയറ്റ്ലി ഷുഹൈബ് ഖാദറിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്ക്. ഓക്കെ. ഹലോ. ആ, സെൻഡ് ചെയ്യൂ. എനിക്കിപ്പോൾ ഒരാൾ ഒരു ഇൻഫർമേഷൻ തന്നു, കൊൽക്കത്തയിൽ അധികം ഹാക്കർമാരില്ലെന്ന്. എന്നാൽ കലിംപോങ്ങിൽ ഒരു ആൺകുട്ടിയുണ്ട്, അവൻ എനിക്ക് ഡീറ്റെയിൽസ് അയക്കാമെന്ന് പറഞ്ഞു. Hello? Yes, boss. Yeah, I will try. Yeah, definitely, I will try, boss. I'm trying my level best, sir. Yeah. Okay. Yeah. Goodbye. കാലിംപോങ്ങിലെ ചെക്കൻ റെമോ, 22 വയസ്സ്. 11 വയസ്സ് മുതൽ അവൻ ഒരു സ്വയം ഹാക്കറാണെന്ന് കരുതുന്നു. അവൻ്റെ കൂടെ 2 ആൺകുട്ടികളുണ്ട്. സിലിഗുരിയിലെ തോമോയ്സൻ, ഒപ്പം കാലിംപോങ്ങിലെ ഡോർജി തമങ്. ATM മുതൽ ബാങ്ക് വരെ ഒന്നും ബാക്കി വച്ചിട്ടില്ല. ഈ പയ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഐ മീൻ, കാലിംപോങ്ങിലെ വെതർ എങ്ങനുണ്ട്? കൊടും തണുപ്പാണ്. അവിടെ പോയി ഊഷ്മളത പരുത്തുക. എന്ന് വെച്ചാ ആ സ്വെറ്റേഴ്സ് ആൻഡ് ജാക്കറ്റ്സ് പോകും കരുതുക. മാഡം, അവൻ കൊച്ചുമുതലാളി അന്വേഷിച്ച് വന്നതാണ് കേട്ടോ. നമസ്കാരം, എൻ്റെ പേര് കൗശിക് റോയ്. ഞാനൊരു ഗവൺമെൻറ് ഏജൻസിയിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ജോലിക്കായി ഞങ്ങൾക്ക് ആനിമൽ ബ്രാഞ്ച് സെലക്ട് ചെയ്തു. അതൊരു നാഷണൽ ഇൻട്രസ്റ്റ് ആണ്. എന്റെ സഹോദരന് കമ്പ്യൂട്ടർ ജോലി അറിയാമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആക്ച്വലി മാഡം, ഞങ്ങൾ സ്കൂൾ മാർക്കിനെ കുറിച്ച് ഇന്ത്യ ഒട്ടാകെ ഒരു സർവേ നടത്തി. കമ്പ്യൂട്ടറിൽ നല്ല കഴിവുള്ളവരെയാണ് ഞങ്ങൾ ഈ ജോലിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സഹോദരൻ്റെ പേരും ഈ ലിസ്റ്റിലുണ്ട്. സോറി, നിങ്ങൾ കുറെ തെറ്റായ വിവരങ്ങൾ ശേഖരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. നമസ്കാരം. താങ്ക് യു.
ഞാൻ സംസാരിച്ചു. മെഡിസിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു സാർ. മറ്റൊരു കമ്പനിയുടെ അതേ ഫോർമുലയിൽ മെഡിസിൻ ഉപയോഗിച്ച് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. ഒരേ കമ്പനിയുടെ ഒരേ മരുന്ന് തന്നെ വേണം. ഞാൻ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട് പാക്കേജിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. വാട്സപ്പ് ചെക്ക് ചെയ്യും. ശരി സാർ. താങ്ക് യു. രമയുടെ അച്ഛനൊരു കോഡറായിരുന്നു. കമ്പ്യൂട്ടറുമായുള്ള സൗഹൃദം അമ്മാവും വഴിയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് 7 വയസ്സുള്ളപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഒരു കാർ ആക്സിഡൻറ്റിൽ മരിച്ചു. അന്നു മുതൽ സാഗരിക ചേച്ചിയാണ് അദ്ദേഹത്തെ പരിചരിച്ചത്. തുടക്കത്തിൽ അദ്ദേഹം സുഹൃത്തുക്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഫോൺ ഹാക്ക് ചെയ്യുക, ആളുകളെ സഹായിക്കുക. എത്ര കൊടുക്കേണ്ടി വരും? 500. 500 ഈ ചെറിയ ജോലിക്കോ? ഒരു സിമ്പിൾ ബാക്ക് ട്രാക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളുടെ ഗേൾഫ്രണ്ട്സിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞാൻ ഹാക്ക് ചെയ്തു. അതുകൂടാതെ നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ്, അതായത് പ്രതിമാദാസ്, ഞാൻ മനസ്സിലാക്കി. അതായത് നിങ്ങളുടെ അടുത്ത വീട്ടിലെ അമ്മായി. പിന്നെ ആ പേരാണ് കൂടുതലും സെർച്ച് ചെയ്തത് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ. എനിക്ക് നിന്നോട് എന്ത് ചെയ്യാൻ പറ്റും നീ ചിന്തിക്കുക. ഈ ഇന്റർനെറ്റ് എന്ന കാര്യം വളരെ വിചിത്രമാണ്. ലൈക്ക് ആസ് എ ബിൽഡിംഗ്. അകത്തെത്ര മുറികളുണ്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. എനിക്ക് ആ കെട്ടിടത്തിൽ പ്രവേശിക്കാം. വാട്സപ്പ് വന്നില്ലേ? ചെക്ക് ചെക്ക്. മിസ്സസ് ഡിസൂസ, ഒരു പ്രിൻസിപ്പൽ ഇത്രയും അശ്ലീലങ്ങൾ ഉപയോഗിക്കാമോ? ഞാൻ ഈ ചാർജ് ചെയ്യുന്നത് കുഴപ്പമുണ്ടാക്കാതിരിക്കാനാണ്. സോറി. നിനക്കൊരു സീക്രട്ട് ലവർ എങ്ങനെയല്ലോ ഉണ്ടോ? എന്ത്? അല്ല, എന്നും ആരോ ടയർ പഞ്ചർ ചെയ്ത് വിടുന്നു. അതെ, ഉണ്ടാകാം. അതിന് വൈ ആർ യു ഗെറ്റിംഗ് ജെലസ്? നോട്ട് ജെലസ് അല്ല. ഞാൻ വിചാരിക്കുമായിരുന്നു ഇത്രയും സീക്രസി ഒരാൾക്ക് മാത്രമേ കരുതാൻ പറ്റുള്ളൂ. ആരുടെ? ഓഫ് കോഴ്സ്, യു നോ, ബോത്ത് സീക്രറ്റ്സ് ഗോസ് അലോങ്. ഷട്ട് അപ്പ്. ഈ സൂസൈഡ് പോയിന്റിൽ നിരവധി കേസുകളുണ്ട്. എന്ത് കേസ്? ബ്രിട്ടീഷ് കാലങ്ങൾ മുതലേ ഇവിടെ ആളുകൾ സൂസൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രീ ഹിസ്റ്റോറിക്, മോഡേൺ, പല രീതിയിലുള്ള ഘോസ്റ്റ്സ് ഉണ്ട്. ഇവിടെ നിന്ന് മാറ്. ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് വീണ്ടും തുടങ്ങണ്ട. ശരി, ഞാനൊരു സിറ്റുവേഷൻ പറയട്ടെ. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. പകൽ സമയമാണെങ്കിലും ഒരു വിചിത്രമായ വികാരമുണ്ട്. വിചിത്രമായ ശബ്ദങ്ങളുണ്ട്. നീ ചുറ്റും നോക്കുന്നു. പെട്ടെന്ന് നീ തിരിഞ്ഞു നോക്കുമ്പം എല്ലാം അപ്രത്യക്ഷമായി. ശരി, ഞാൻ പറയുന്നത് കേക്ക്. നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. നീ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം അപ്രത്യക്ഷമായി. ഞാനും അപ്രത്യക്ഷമായി. ആ കുന്നിന്റെ ഉള്ളിൽ നിന്നും എന്തോ ചാടി വന്നു. ഇൻ ദ മീൻ ടൈം, വെൻ യു കോൺസെൻട്രേറ്റിംഗ്, അതെന്താണെന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ, ആൻഡ് ബിഫോർ യു നോ, നിന്റെ കഴുത്തിൽ ആരുടെ ശ്വാസം അനുഭവപ്പെടുന്നു. എന്താ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ നിന്നോടൊന്ന് ആലോചിക്കല്ലേ പറഞ്ഞുള്ളൂ. ചെറുതായിട്ടൊന്ന് ആലോചിക്കേ. ശരി, നോ സ്റ്റോറീസ്, നോ മോർ സ്റ്റോറീസ്. ഒരു പ്ലാൻ പറയട്ടെ. ഒരു ദിവസം ഞാനും നീയും ഹോൾ നൈറ്റ് ഇവിടെ നിൽക്കാം. ജസ്റ്റ് നീയും ഞാനും. ശരി, ഗോസ്റ്റ് എണ്ണിയൊക്കെ ചെയ്യാം. ഇവിടെ ധാരാളം പ്രേതങ്ങളുണ്ട്. ശരിയാ? വളരെ നല്ല ഐഡിയ. പ്ലാനല്ലേ? നീ ഇവിടെ നിൽക്ക്, ഞാൻ പോകുന്നു. നീ എന്തിനാ പേടിക്കുന്നേ? ഞാനുള്ളപ്പം ഭൂതമല്ല, ആർക്കും നിന്നെ തൊടാൻ പറ്റില്ല. ഞാൻ നിന്നോട് ഏടാനു പറയുക എന്താണ് എന്തേ അവസ്ഥ?
കണ്ടപ്പോൾ ലിംഗലോടായി സ്പർശനം എന്താണ് എൻ്റെ അവസ്ഥ ഞാൻ നിന്നോട് എന്തെന്ന് പറയുക എന്താണ് എൻ്റെ അവസ്ഥ നിന്നെ കണ്ടപ്പോൾ ലിംഗലോടായി സ്പർശനം എന്താണ് എൻ്റെ അവസ്ഥ ഒരു ദിനരാത്രങ്ങൾ കടന്നു പോയി ഒറ്റയ്ക്കയാ വാത്സല്യവും പ്രണയവും പ്രണയവും എനിക്ക് മറിയിൽ നനയൽ തോന്നുന്നു ലിംഗോടൊപ്പവും എപ്പോഴും എൻ്റെ ലോകം തലക്കീറായി ഞാൻ എന്തെന്ന് പറയുക എനിക്ക് മറിയിൽ നനയൽ തോന്നുന്നു നിന്നോടൊപ്പവും എപ്പോഴും എൻ്റെ ലോകം തലക്കീറായി ഞാൻ എന്ത് പറയുക ഒരു ദിനരാത്രങ്ങൾ കടന്നു പോയി ഒറ്റയ്ക്കയ വാത്സല്യവും പ്രണയവും പ്രണയവും ഞാൻ നിന്നോട് എന്തെന്ന് പറയുക എന്താണ് എൻ്റെ അവസ്ഥ പക്ഷികൾ ഇനങ്ങൾ പഠനത കാണുക ചുത്തം നിങ്ങളോടൊപ്പം എനിക്കത് സൂര്യപ്രകാശമനു പക്ഷികൾ ഇനങ്ങൾ പഠനത കാണുക ചുത്തം നിങ്ങളോടൊപ്പം എനിക്കത് സൂര്യപ്രകാശമനു ഒരു ദിനരാത്രങ്ങൾ കടന്നു പോയി ഒറ്റയ്ക്കയ വാത്സല്യവും പ്രണയവും പ്രണയവും ഞാൻ നിന്നോട് എന്തെന്ന് പറയുക എന്താണ് എൻ്റെ അവസ്ഥ നിന്നെ കണ്ടപ്പോൾ ലിംഗലോടായി സ്പർശനം എന്താണ് എൻ്റെ അവസ്ഥ നാശം. എന്തു പറ്റി? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, പക്ഷെ സംഭവിക്കാൻ പോണു. പബ്ലിക് ഭാഷയും നാളെ ജോഗ്രഫി പരീക്ഷയാണ്. നാളെ എൻ്റെ എനക്കും അത് തന്നെയാ മച്ചാനെ. കഷ്ടം. നിങ്ങളിപ്പോഴും മകപ്പ് ചെയ്താണോ എക്സാം എഴുതുന്നേ? പ്രൊഫസർ ഇസ് ദർ. ഒരു കൈ കൊണ്ട് മൊബൈൽ എടുത്ത് മറു കൈ കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നൽകും. ഇത് മുന്നാബൈ MBBS അല്ല, സബാ ഹോ ഗൈ മാമു എന്ന് പറഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ പാസ്സാകും. ടെൻഷൻ ആവില്ല മോനെ. നിങ്ങളുടെ ഫോൺ എടുക്കുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടും. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഇല്ലേ, വിചിത്രമാണ്. ലോകം മുഴുവനും തലകുനിക്കും. പിന്നെ അത് സറണ്ടർ ചെയ്യുന്നത് ഒരാളുടെ അടുത്ത് മാത്രം. അതെ റമോ. Chat you later. എന്തേ? I need your help. ഇനി എന്താ? ഈ USB കോളേജിന്റെ കമ്പ്യൂട്ടറിൽ ഇൻസേർട്ട് ചെയ്യണം. ഇതിനകത്ത് സെൽഫ് പ്രോഗ്രാംഡ് ആപ്പ് ഉണ്ട്, വിച്ച് വിൽ റൺ ജസ്റ്റ് ലൈക്ക് an app. ആപ്പ് എന്ന് വെച്ചാൽ റിമോട്ട് ആക്സസ് കേട്ടിട്ടില്ലേ? ഞാൻ തീർച്ചയായും ഇത് ചെയ്യില്ല. പ്ലീസ് റിത, ഹു കാൻ ഐ ട്രസ്റ്റ്? പ്ലീസ്.
നീ ഇത് തന്നെ എല്ലാ സമയത്തും ചെയ്യുന്നത്. ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ട് നീ കേട്ടിട്ടില്ല. നീ കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്ത്. ഇത് എനിക്ക് വേണ്ടിയല്ലല്ലോ. തന്മ പഠിച്ചിട്ടില്ല. നാളെ പരീക്ഷയാണ്. അവന്റെ ഫാമിലി കണ്ടീഷൻ അറിയാലോ. ഫെയിലായാൽ പ്രശ്നമാകും. അതെ, എക്സാം ഇന്നല്ല കേട്ടോ, നാളെയാണ് എക്സാം. ഇന്ന് മുഴുവൻ ഇരുന്ന് നീ പഠിച്ച് നിനക്ക് പാസ്സാക്കാൻ പറ്റും. അത് നടക്കില്ല. വർഷം മുഴുവൻ കിട്ടിയാൽ പോലും പഠിക്കില്ല. എന്നിട്ടാണ് ഇപ്പോ. ശരി, 3 Idiotsൽ ആമിർ ഖാൻ ശർമൻ ജോഷിക്ക് വേണ്ടി പേപ്പർ ലീക്ക് ചെയ്യുന്നത് കുഴപ്പമില്ലേ? കയ്യടി വിസിലിനോൾ റിയൽ ലൈഫിൽ സ്വന്തം ബോയ് ഫ്രണ്ടിനെ ഹെൽപ്പ് ചെയ്താൽ അത് വലിയ പ്രശ്നം. പ്ലീസ്. എന്താണ് ചെയ്യണ്ടേ? ഈ USB കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞ് ഐ വെയിറ്റ് ഫോർ മാം ടു സ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് യെസ്, ഇത് ധരിക്കണം സോ ദാറ്റ് ഐ ക്യാൻ ഇൻസ്ട്രക്ട് യു. ഇതിട്ട് കഴിഞ്ഞ് മുടി കൊണ്ടങ്ങ് മൂടിയത്. ഓക്കെ, അത് കഴിഞ്ഞ് ഐ വിൽ ടേക്ക് ഇറ്റ് ഫ്രോം യു. വൈകിട്ട് കാണാം. അത് ശരി. താങ്ക് യു ബൈ. ഇറ്റ്സ് ഓക്കെ. ഒട്ടും നെർവസ് ആവില്ല. ബി ആസ് കൂൾ ആസ് പോസിബിൾ. Come in. Hello, ma'am. Ma'am, I just want to know that when are we leaving for Kolkata for the dance competition? Yeah, next week. Okay. Ma'am, date? Let me go and check the register. Well done. So the plan is, once the USB is inserted, കമ്പ്യൂട്ടറിൽ മിസ്സസ് ഡിസൂസ ഈ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പം എൻ്റെ പ്രോഗ്രാം ചെയ്ത ആപ്ലിക്കേഷൻ ഓട്ടോ റൺ ആകും. പിന്നെ ബാക്ക് ഡോർ സ്റ്റാർട്ടപ്പിൽ ഇൻസ്റ്റാൾ ആകും. സ്റ്റാർട്ടപ്പ് എന്താണ്? സ്റ്റാർട്ടപ്പ് ഒരു ഫോൾഡർ ആണ്. ഇഫ് യു ഇൻസ്റ്റാൾ സംതിങ്, ഇറ്റ് ഓട്ടോ റൺസ് ഇറ്റ് സെൽഫ് എവറി ടൈം ദ കമ്പ്യൂട്ടർ ഇസ് സ്വിച്ച്ഡ് ഓൺ. It's on 4th February, next Wednesday, and we are going to Kolkata on the 2nd. But I think it's on the website. No, ma'am. Wait. Let me just check. Hello. Okay. ആ പാസ്വേഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ചിൽ ഗൈസ്, അതിനൊരു ബാക്കപ്പ് ഉണ്ട്. കോൺബൂട്ട്. USB ഒരു കോൺബൂട്ട് ഉണ്ട്. അത് കാരണം അഡ്മിൻ പാസ്വേഡ് ബൈപ്പാസ് ആകും. റിതാഗ്നി, ഡു യു കോപ്പി? No. Okay, fine. Rita, distract her now. Ma'am, I just want to know that if somebody wants to register her name in the dance competition now, can she? But it's on the next week, and how can someone practice so quickly? Ma'am, she's very good, ma'am. Please try her once. Okay then, you can send her tomorrow to the rehearsals. Thank you, ma'am. ഇപ്പൊ പെൻഡ്രൈവ് വില എടുത്തോ? Okay, ma'am. Bye. Okay. And done. Yes.
വീണ്ടും അതേ സാരി മുടി കൊണ്ടങ്ങ് മൂടിയര്. ഐ എന്താ അവിടെ വേറെ സാരിയൊന്നും ഇല്ലേ? ഈ ഒരൊറ്റ സാരിയുള്ളോ? എന്തൊരു മെസ്സാണ്. അതെ, അത് സത്യമാണ്. ഇപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്നതുകൊണ്ട് സാരികളെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ട്. വെറുതെ തമാശ പറയല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ആ പയ്യൻ കാണാൻ വരും. കഴിഞ്ഞ മാസം ഞാൻ തന്ന സാരി കൊടുക്ക്. അവൻ അതിന് എന്നെയാണ് കാണാൻ വരുന്നത്, എന്റെ സാരിയല്ല. ഓ പറഞ്ഞാലും മനസ്സിലാവില്ല. പറഞ്ഞ പോലെ ചെയ്യ്. ആ സാരിയും കൊടുക്ക്. ഇതെന്തുവാ പ്ലീസ്. ഓക്കെ. അവൻ വന്നു. ആ സാരി ഒന്ന് കൊടുക്കാമോ? വരൂ വരൂ വരൂ. ചേച്ചി ഇത് സോമൻ ചേട്ടൻ. സോമൻ ചേട്ടാ ഇതെന്റെ ചേച്ചി. നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. പ്ലീസ് സിറ്റ്. ആ നിങ്ങൾ സംസാരിച്ചോ, ഞാനൊന്ന് വെളി പോയിട്ട് വരാം. ഓക്കെ ബൈ ബൈ. കഴിഞ്ഞതും വേഗം വീട്ടിലേക്ക് മടങ്ങാം. അമ്മയുടെ ആരോഗ്യം വഷളായിക്കൊണ്ടിരിക്കുക. വീട് വിൽക്കാതെ ഞങ്ങൾക്ക് മറ്റൊരു പോം വഴിയും ഇല്ല എന്നതാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് നല്ലത് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. നിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. ശരി ബൈ. ഞാൻ ഫോൺ വയ്ക്കുക. ഓ രമോ, പ്രധാനപ്പെട്ട എന്തോ കാര്യം നിങ്ങൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഒന്നുമില്ല അങ്കിൾ, ഞാൻ ആൻറ്റിയെ കുറിച്ച് ചോദിക്കാനാ വന്നത്. എങ്ങനെയുണ്ട് അവർക്ക്? അവൾക്ക് സുഖമില്ല. നിനക്ക് മനസ്സിലായോ? അവൾക്ക് തീരെ സുഖമില്ല. നാളെ ഞാൻ അവളെ മുംബൈക്ക് കൊണ്ടുപോകും. നിന്നെക്കുറിച്ച് പറയൂ. എല്ലാവർക്കും സുഖമാണോ? കുഴപ്പമില്ല. ഞാൻ ഇറങ്ങുവാ. നീ ഇറങ്ങുവാണോ? ശരി ശരി ശരി. ഓക്കെ. ഇല്ല ഇല്ല, അത് ചെയ്തേ പറ്റൂ. അത് ശരി. റെമോബായ്, കൺഗ്രാറ്റ്സ്. നിങ്ങളുടെ സിസ്റ്ററിന്റെ വിവാഹം മുഴുവൻ കലിപൊങ്കലെ ഏറ്റവും വലിയ വിവാഹമായിരിക്കും. മാട്രിമോണി സിന്ദാബാദ്. ചേച്ചി ഒരു ഗായകിയും അളിയൻ ഒരു എഞ്ചിനീയറുമാണ്. മേഡ് ഫോർ ഈച്ച് അതർ. ഒട്ടും ടെൻഷൻ എടുക്കേണ്ട. നിന്റെ സിസ്റ്ററിന്റെ കല്യാണത്തെക്കാൾ വലിയ കല്യാണം ഉണ്ടായാൽ ആ പന്തൽ പൊട്ടിക്കും. മനസ്സിലായോ? എന്താ ബ്രോ, നീ എന്താ മിണ്ടാത്തത്? ഒരു കല്യാണം അടിപൊളിയാക്കാൻ പൈസ വേണം. അപ്പം നിനക്ക് എന്ത് ടെൻഷനാ ഉള്ളത്? യു ആർ എ ഷാഡോ സ്പിന്നർ ബ്രോ. പ്ലാനുണ്ട്.
കൂടെ കാണുമോ? എന്താണ് ബ്രോ പ്ലാൻ? കുർപ്പ തമാങ്. കുർപ്പത്തമാങ്, കലിബൊങ്കിലെ 8 ധനികൻ. നീ അവനെ കുറിച്ചാണോ പറയുന്നത്? അയാൾക്കൊരു വീക്ക്നെസ് ഉണ്ട്. രജിത റായ്. എന്നാൽ അവൻ മാരീഡ് ആണ്. യെസ് ബട്ട് നോട്ട് ഹാപ്പി. രജിതയുടെ കൂടെ അഫെയർ ഉണ്ട്. സോ ദ പ്ലാൻ. തുടക്കത്തിൽ ഞാൻ രജിത് റോയുടെ ഫോൺ ഹാക്ക് ചെയ്ത് മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ആ ഫോണിൻ്റെ പവർ IC അല്ലെങ്കിൽ പവർ ഇൻറ്റിഗ്രേറ്റഡ് സർക്യൂട്ട് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആകും. അത് കാരണം ഫോൺ വീണ്ടും വീണ്ടും റിസ്റ്റാർട്ട് ആകും. ഓൺ ദി അതർ ഹാൻഡ് ഫ്രീ സ്വിച്ച് ഉപയോഗിച്ച് കോളർ ID സ്പൂഫ് ചെയ്ത അവൾ കസ്റ്റമർ കെയറിൽ വിളിക്കാൻ ശ്രമിക്കുമ്പം ആ പ്രശ്നം ഒന്ന് മനസ്സിലാക്കാൻ ദ കോൾ വിൽ ഡയറക്ട്ലി ബി ഡയറക്റ്റഡ് ടു ഡോർജി. ആൻഡ് ഡോർജി, ഞാൻ നിനക്കൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ തരാം, android.bloody.me. ഈ ആപ്ലിക്കേഷൻ അവളുടെ വീട്ടിൽ ഫോൺ റിപ്പയർ ചെയ്യാൻ പോകുമ്പം അപ്പോൾ ഡയറക്റ്റ്ലി അവളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ് ഡു നോട്ട് ഫ്രീക്ക് ഔട്ട് വെൻ യു ഗോ ദെയർ. ഒരിക്കലും അവർ സന്ദേഹിക്കരുത്. റിമെമ്പർ ഗൈസ്, ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹാക്ക് ഓഫ് മൈ ലൈഫ്. Everything needs to be perfect. Everything. I've come from service center. You called me yesterday? Oh, yes. Can I see your phone? Yes. Thank you. Can I get some water? Yes. Wait. Now this android.bloody.me, ഈ ആപ്പ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പം അതുടൻ തന്നെ സെൽഫ് മോഡിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ആൻഡ് ആ സെൽഫോൺ നെറ്റ്വർക്ക് കംപ്ലീറ്റ്ലി ഫ്രീസ് ആകും. പിന്നെ അവർക്ക് കോൾ SMS ഒന്നും വരില്ല. ബട്ട് ദർ ഇസ് എ ക്യാച്ച്. ഈ ടൈം കോഡ് വിൽ റൺ ഇൻ ലൂപ്പ് ഓൺലി ഫോർ 2 hours. പക്ഷെ നമ്മുടെ കയ്യിൽ 2 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ട് മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ എന്തിനു പോണു? എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അതാണ്, എല്ലാ ഓൺലൈൻ ട്രാൻസാക്ഷൻസിലും ഒരു OTP ജനറേറ്റ് ആകും, പിന്നെ ഒരു നോട്ടിഫിക്കേഷൻ വരും, പിന്നെ രജിത റോയുടെ നമ്പറിന്റെ കൂട്ടുള്ള എക്സാക്ട്ലി ഒരു ക്ലോൺ നമ്പർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലേ. ബാങ്ക് അക്കൗണ്ട് ഹാക്ക് എന്ന് വെച്ചാ ബ്രോ തമാശ പറയരുത്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നത് എളുപ്പം പരിപാടിയല്ല. എളുപ്പമല്ല, പക്ഷേ ഇമ്പോസിബിളും അല്ല. ആൻഡ് ഇവിടെയാണ് അഡ്വാൻസ് മിഷൻ വരുന്നത്. ഒരു ഫേക്ക് മെയിലിൽ നിന്നും ഒരു ഫേക്ക് ലിങ്ക് ജനറേറ്റ് ചെയ്ത് അത് ജനറൽ ലിങ്കുമായിട്ട് മാസ് ചെയ്യും. ആൻഡ് ഇവിടുത്തെ സേഫസ്റ്റ് ലിങ്ക് ക്രേസി ബസാറാണ്. ബിക്കോസ് ദിസ് വുമൻ രജിത റോയ് ഈസ് എ കംപ്ലീറ്റ് ഷോപ്പിംഗ് ഫ്രീക്ക്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി ഷോപ്പിംഗ് ചെയ്യും. ഇതാണ് അവളുടെ ശീലം. അതിനാൽ ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഡിസ്കൗണ്ട് ലിങ്ക് അവൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യില്ല. She will definitely fall for it. And once ഈ ഫേക്ക് ലിങ്കിൽ അവളുടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ ഒരു OTP ജനറേറ്റ് ആകും ആൻഡ് ഒരു SMS. കറക്റ്റ്. അപ്പോൾ നീ ആ പൈസ അവൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമല്ലേ? 10 ലക്ഷം രൂപ. ഞാനുദക്കട്ടിൽ ഉണർക്കുന്നു നിങ്ങളെ ചുറ്റാം അനുഭവപ്പെടുന്നു. നീ എൻ്റെ സ്വപ്നമാന, നീ എൻ്റെതാണ് സ്വപ്നമാന. 24/7 ഉത്സവൽ കനന്നു ആടാ ഈ വിചിത്രത്തിലല്ല. സെൽഫിയൊക്കെ സുഖാരി swag. I always with by the phone. ഞാൻ നിന്റെ പുഞ്ചിരി ഇഷ്ടപ്പെട്ടു ഡിംപിൾ എവർഗ്രീൻ. നിന്റെ കൂടെ ഉണ്ടായിരുന്നു നിന്റെ ആലിം ഗാനം കണ്ടു ഞാൻ എന്റെ എല്ലാ ദുരിതങ്ങളും മറന്നു. എനിക്ക് പേര് കേൾക്കുമ്പോൾ നിങ്ങളെ കോപ്പറിക്കുണ്ട. ഇപ്പോൾ ഐസ്ക്രീം മീനം ചിപ്സിനം വണ്ടി ആരു പോരാട്ടും. ഞാൻ നിന്റെ പുഞ്ചിരി ഇഷ്ടപ്പെട്ടു ഡിംപിൾ
റെമോ, നീ അറസ്റ്റിലാണ്. വാ. നരന്റെ ജീവിതത്തിലെ ധര ജീവിതം വേട നീയാരന്റെ ഭീമചന്ദ്രം സൗഗർദം ഭയങ്കരമണ നീ എൻ്റെ വീതി നീ എൻ്റെ ആദമാവന നിങ്ങൾ എൻ്റെ പങ്കാളിയാന നീ എന്നെ എല്ലാമന സന്ധിക്കാൻ കരിനില്ല താൽപര്യമില്ല സന്തോഷം മന പ്രവധാനം. സാഗരിക്ക് ചേച്ചിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ചേച്ചിക്ക് പെട്ടെന്ന് സീരിയസ് നെർവസ് ബ്രേക്ക് ഡൗൺ. ഷി വാസ് ഇൻ വെന്റിലേഷൻ ഫോർ മന്ത്സ്. ചേച്ചിക്ക് ഭേദമായെങ്കിലും ഹെർ ലോവർ പോർഷൻ ഗോട്ട് പാരലൈസ്ഡ്. രമ അവനെ തോന്നുന്നത് മാത്രമേ ചെയ്യൂ. സോ നിങ്ങൾക്ക് അവനെ കാണണമെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് പോയി അവനോട് സംസാരിക്കണം. അതായിരിക്കും ബെറ്റർ എനിക്ക് തോന്നുന്നത്. ഓക്കെ. എന്നാ ശരി, എനിക്ക് ഉടനെ ഇറങ്ങണം. ഓക്കെ, ഷുവർ. വൈ നോട്ട് പ്ലീസ്. താങ്ക് യു. ബൈ. ബൈ. ഹലോ, ഞാനൊന്ന് പറയട്ടെ. India is a democratic country which gives us freedom of speech. നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, ഫൈൻ. നിങ്ങൾക്കൊരു പ്രപ്പോസലുണ്ട് കൊൽക്കത്തയിൽ. യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഒരേ കഴിവുകളല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. നിങ്ങളുടെ ഹാക്കിംഗ് പോലെ ഇത്രയും നാളുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. എന്നിട്ടിപ്പോൾ എന്തുകൊണ്ട് രാജ്യത്തെക്കുറിച്ച്? ഇതാണ് എൻ്റെ കാർഡ്. ബൈ. The country needs you, bro. Bye. ഒരു കാര്യം, നീ ഇവിടെ വരുന്നത് വേദനിക്കാൻ വേണ്ടിയിട്ടാണോ? എന്റെ സഹോദരനെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ? ഞാൻ നിന്റെ സഹോദരനെ സ്നേഹിക്കുന്നെന്ന് ആരാ പറഞ്ഞേ? അതെനിക്ക് നന്നായി അറിയാം. എനിക്ക് നിന്റെ സഹോദരനോട് സ്നേഹമൊന്നുമല്ല. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് ശേഷം നമുക്കൊരുമിച്ച് റെമോയെ ഭീഷണിപ്പെടുത്താം. എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആത്മാർത്ഥ സ്നേഹത്തിന്റെ താക്കോല് ക്ഷമയും സമയവുമാണ്. ക്ഷമയോടെ ഇരിക്കുക, എല്ലാം ശരിയാകും. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം, ഞാൻ നിന്റെ സഹോദരനെ വിട്ടിട്ട് എവിടേക്കും പോവില്ല. ഓക്കെ? ഇന്നലെ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ റെമോയെ കുറിച്ച് ചോദിച്ചു. അവന്റെ കൂടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞു. ജോലിയുടെ കാര്യമൊക്കെ അവനോട് നേരിട്ട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു. ആരാ വന്നത്? കൗശിക്. കൗശിക്? ഹലോ, അതെ. ആ, ശരി ശരി ശരി, ഞാൻ വരാം. നിന്നാരാ ഫോൺ ചെയ്തേ? എന്റെ വീട്ടിൽ നിന്ന് വിളിച്ചത് തന്നെ. അർജന്റായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നോട്. അത് ഒരു കാര്യം, ഞാൻ 7-8 ദിവസത്തേക്ക് ഇവിടെ കാണില്ല. കൊൽക്കത്തയിലേക്ക് പോകും. എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. വാവ്, ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു. ഞാൻ ഇതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇത് സൂക്ഷിക്കാൻ ഗംഗച്ചേട്ടനോട് പറയണേ, കേട്ടല്ലോ? എന്നാ ഞാൻ പോയിട്ട് വരാം. പിന്നെ ശരി, നീ നിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണം. സേഫായിട്ട് പോയിട്ട് വാ. ശരി. എന്റെ ഫോൺ എവിടെ പോയി?
ഒരു ദിവസം മുഴുവൻ എന്താ ചെയ്യുന്നേ? എന്ത് ചെയ്യാനാ? അതുപോലെ തന്നെ നിനക്കറിയാമോ, ഇന്നലെ ഇവിടെ ഒരാള് നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. എനിക്കറിയാം, ഞാൻ സംസാരിച്ചിരുന്നു. നാഷണൽ ഇൻട്രസ്റ്റിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. ഒരു കാര്യം പറയട്ടെ, നീ ജനിച്ച സമയത്ത് അച്ഛൻ നിന്നെ കൈകളിലെടുത്തിട്ട് എന്തു പറഞ്ഞെന്നറിയാമോ? അതായത് എന്റെ മകൻ ലോകം മുഴുവനും ചുറ്റിക്കറങ്ങുമെന്ന്, നീ ജീവിതത്തിൽ വലിയ ആളായി തീരുമെന്ന്. അച്ഛനും അമ്മയ്ക്കും നിന്നോർത്ത് അഭിമാനമായിരുന്നു, എനിക്കും. ഗംഗചേട്ടനെ കാണാനില്ലല്ലോ. അവൻ ഇന്ന് വന്നിട്ടില്ല. എന്തുകൊണ്ട്? ഉച്ചയ്ക്ക് ശേഷം അവൻ അവധിയെടുത്തു. ഇന്ന് അവന്റെ മകളുടെ ജന്മദിനമാണ്, നിനക്കറിയില്ലേ? ആ. എന്തേ, നിനക്ക് എന്തെങ്കിലും വേണോ? എന്നോട് പറ. വേണ്ട, ഒന്നും വേണ്ട. എന്താണെന്ന് പറയ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ചെയ്യില്ല. എല്ലാവരുടെ വിശ്വാസം തകർന്നു നിന്റെയും. ഇല്ല, നീ എന്റെ വിശ്വാസം തകർത്തിട്ടില്ല. മനുഷ്യര് തെറ്റുകൾ വരുത്തും, എന്നാൽ ജീവിതകാലം മുഴുവൻ ആ തെറ്റുകൾക്കൊപ്പം ജീവിക്കാനാവില്ല. നീ ജോലി ചെയ്തിട്ട് തലയുയർത്തി തന്നെ ജീവിക്കുക. അച്ഛന്റെ അമ്മയുടെ സ്വപ്നം നീ നിറവേറ്റുക. Come, Remo. Meet Vikram Ganguly, alias Vicky. Vicky. Remo. ഹായ്. ഹലോ. Vicky is our computer specialist, and this compound is legally in Vicky's name. ശരി, നിങ്ങളെ ഏത് പേരിലാണ് വിളിക്കേണ്ടത്? ഇവരാണ് ഇൻസ്പെക്ടർ ജനറൽ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് കബീർ അലി. നിങ്ങളെ ഏത് പേരിലാണ് വിളിക്കേണ്ടത്? എൻ്റെ പേര് അനിർബൻ ബാനർജി, വിളിപ്പേര് റമോ. വിർച്വലി അറിയപ്പെടുന്നത്. Remo, you're going to work with us in a top secret mission, but before you begin, there are some standing instructions. ഇന്നു മുതൽ ഇത് തന്നെയാണ് നിങ്ങളുടെ വീടും ഓഫീസും. ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിനക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ഞങ്ങൾ നിനക്ക് വിശ്രമം കൊടുക്കുന്നത് വരെ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. പിന്നെ നീ ഇവിടെ എന്ത് കണ്ടാലും കേട്ടാലും ചെയ്താലും അത് പുറത്താരോടും പറയാൻ പാടില്ല. യെസ്. Is that clear? All the best. വിക്കി അവനോട് ഡീറ്റെയിൽസ് പറഞ്ഞുതരേ. ഞങ്ങൾ റിക്കവർ ചെയ്ത 7 കമ്പ്യൂട്ടറിൽ 6 പേരുടെ ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രോപ്പറായി റിക്കവർ ചെയ്യണം. അതെ, റിക്കവറി നടക്കും, പക്ഷേ അത് ബാക്ക് ട്രാക്കിൽ നടക്കില്ല. കാർലിനെക്സ് വേണം. കാർലിനെക്സ് കൊണ്ടേ പറ്റൂ, കാരണം റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഏറെ അപ്ഡേറ്റഡ് ആണ്. വിക്കി അവൻ എന്താവശ്യമുണ്ടെങ്കിലും അറേഞ്ച് ചെയ്ത് തരും. നോട്ട് നീഡഡ്, എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ.
രാജു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ടാർഗറ്റ് പൊസിഷൻ മാറ്റിയിരിക്കുന്നു. രാജുവിനോട് പറ അവനെ ഫോളോ ചെയ്യാൻ. ഓക്കെ. ഡൺ. ഡേറ്റ റിക്കവേർഡ് ബട്ട് 80%. ഹായ്. ഓ മൈ ഗോഡ്. ഫോട്ടോസ് ഡിക്രിപ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 15 minutes അറ്റ്ലീസ്റ്റ്, അതായത് പെർ പിക്ചർ. അതുകൊണ്ട് അവർക്ക് 1 വർഷം എടുത്ത് കാണും, അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ എടുത്ത് കാണും. നീ ഉദ്ദേശിക്കുന്നത്? ഹലോ. ഹലോ, നീ തിരക്കിലാ? ഞാൻ ശരിക്കും ഒരു ഡാൻസ് പ്രോഗ്രാമിനാണ് കൊൽക്കത്ത വന്നത്. റിഹേഴ്സൽ നേരത്തെ കഴിഞ്ഞു, എനിക്ക് മടുത്തു, അതാ നിന്നെ വിളിച്ചത്. നീ എവിടെയാ? ഞാൻ ഓഫീസിലാണ്, റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. നാളെ ഫ്രീ ആണോ? നാളെ കാണാം. ട്രൈ ചെയ്യാം. ഷ്യൂർ നോട്ട്. റെമോ, എന്ത് പറ്റി? ഹലോ. അവൻ ഫോണില്ല. ഹലോ. ഓ മൈ ഗോഡ്, പവർ ഗ്രിഡ് ഹാക്ക് ചെയ്തു. വാട്ട്? ഹലോ. ഓ ഷിറ്റ്. ഹലോ. ഹലോ. എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. റെമോ കം ഹിയർ നൗ. കേൾക്കാൻ പറ്റുന്നതിന് കട്ട് ചെയ്തേരെ. റെമോ നൗ. ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്യ് എന്ത് പറ്റിയെന്ന്. ഫാസ്റ്റ്. ഇലക്ട്രിസിറ്റി ഫെയിലറാണ്. ഇത് ഇൻവെർട്ടറിലാണ് ഓടുന്നത്. എപ്പോൾ വേണമെങ്കിലും ഷട്ട് ഡൗൺ ആവും. ഷീറ്റ്. എന്ത് പറ്റിയെന്ന് വല്ലതും മനസ്സിലായോ? എല്ലാ പവർ സപ്ലൈ കമ്പനികളിലും ഇൻട്രൂഷൻ നടന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വെരി ഹൈ ലെവൽ ഇൻട്രൂഷൻ. എനി സൊല്യൂഷൻ? ഞാനൊരു കോഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ദാറ്റ് വിൽ ആക്ട് ആസ് എൻ ആന്റിഡോട്ട്. അത് സെർവർ റൂട്ടിൽ അപ്ലോഡ് ചെയ്താൽ ഇറ്റ് വിൽ ഡിസേബിൾ ദ മാൽവെയർ ആൻഡ് വിൽ ഗെറ്റ് ദ പവർ ബാക്ക്. പക്ഷേ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഫൈൻഡിങ് ദ മെയിൻ റൂട്ട്. ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് നെറ്റ്വർക്ക്. ട്രൈ ചെയ്യുന്നുണ്ട്. വിക്കി, നമുക്ക് 15 മിനിറ്റ് ബാക്കപ്പും കൂടിയേ ഉള്ളൂ. പിന്നീട് എല്ലാം ഓഫാകും. റെമോ, done. Oh my god. Power is back. Power is back. Good, good, good. ആരാണിത് ചെയ്തതെന്ന് കണ്ടെത്താനാകുമോ? ഇംപോസിബിൾ. IP അഡ്രസ് തുടർച്ചയായി ഫ്ലക്ച്വേറ്റ് ആകുന്നു. ഇങ്ങനെ ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് IP അഡ്രസ് മാർക്കാൻ പറ്റും. There is no way you can catch him. But yes,
We are out of danger. Power is back. Not yet. ഓക്കെ സർ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ അന്വേഷണം നടത്തിക്കോളാം. ഓക്കെ സർ, ഡോണ്ട് വറി സർ. യെസ്, I'll give you an update. Yes, sir. Okay, sir. ഹലോ കൊൽക്കത്ത, നിങ്ങളെല്ലാവരും ഒരു പ്രശ്നം നേരിട്ടിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ഹലോ കൊൽക്കത്ത, നിങ്ങളെല്ലാവരും ഒരു പ്രശ്നം നേരിട്ടിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. കുമാർ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത്രയും വലിയ സംഭവം നടന്നു, നിങ്ങളിതൊന്നും അറിഞ്ഞില്ലെന്ന് വെച്ചാ? സർ, ഞങ്ങളുടെ ആൾക്കാർ ഓൾറെഡി തന്നെ ഇതിൻ്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. വി വിൽ കം അക്രോസ് സംതിങ് വെരി സൂൺ. 24 മണിക്കൂർ, യു ഹാവ് 24 hours ഉള്ളേ. അതിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടണം. അണ്ടർസ്റ്റുഡ് സർ. മേഡം, പ്ലീസ് ഗീവ് സം ടൈം. ഓക്കെ, എനിക്ക് ജോലി വേഗം ചെയ്യണം. ഇതൊരു തരത്തിലും പുറത്തേക്ക് പോകാൻ പാടില്ല. ശരി ശരി, മനസ്സിലായല്ലോ? നിങ്ങൾ സമാധാനമായിരിക്കൂ. മാഡം, ഇത് എന്ത് പറ്റി നമ്മുടെ കൊൽക്കത്ത സിറ്റിയിൽ? നിങ്ങൾക്കാർക്കും ഒരു സൂചനയും ലഭിച്ചില്ലേ? മാഡം, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഇത് ഓപ്പോസിഷന്റെ തെറ്റാണോ? നിങ്ങൾക്കാർക്കും ഒരു സൂചനയും കിട്ടിയില്ലേ? നമ്മുടെ കൊൽക്കത്ത സിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്തെന്നാൽ, ശുദ്ധമായ ഭക്ഷണത്തിന് വേണ്ടി പോരാടുന്നുണ്ടെങ്കിലും വോട്ടിനും നമ്മൾ എപ്പോഴും വെള്ളത്തിനും അതിലൊക്കെ തമാശയുണ്ട്. അപ്പോഴാണ് നമ്മൾ അപകടത്തിൽപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഇതൊക്കെ ഒറ്റക്കെട്ടായി പോരാടും. അതെ, നമ്മളിപ്പോ അപകടത്തിന്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ബ്രേക്കിംഗ് ന്യൂസ് ടെലിവിഷനിൽ മിന്നിമറിയുന്നതിനു പകരം നിങ്ങളത് ശ്രദ്ധാപൂർവം നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കണം. ഇങ്ങനെയൊരു സമയത്ത് നിങ്ങൾ കൊൽക്കത്തയിലെ പൗരൻ എന്ന നിലയിൽ നിങ്ങളത് നിങ്ങളുടെ അകത്ത് തന്നെ സൂക്ഷിക്കാം. ഇപ്പോൾ നമ്മളെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഞാൻ അവരെ വെറുതെ വിടില്ല. അവരെ ആരെയും ഞാൻ ഒഴിവാക്കില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ തീർച്ചയായും ഈ പ്രശ്നം പരിഹരിക്കും. പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് അസ്. പ്ലീസ് ഞങ്ങളെ ഒന്ന് സഹായിക്കേ. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവില്ലേ? ഞങ്ങളെ പിന്തുണയ്ക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് കൂപ്പുകൈകളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. Yes, sir. Right, sir. Guys, 24-hour deadline. The Chief Minister wants to know the source of the voice message. Remo? Voice message IVR ആണ്. Interactive voice response. Automated voice, so trace ചെയ്യാൻ impossible ആണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ IP ട്രേസ് ചെയ്യണം. വിക്കി, നീ രാജുവിനോട് പറ, എനിക്ക് ഷുഹൈബ് ഖാദറിന്റെ കൂടെ ഒരു മീറ്റിംഗ് നടത്തണം. ഞാൻ പറയുന്നത് ദ മെയിൻ കൾപ്രിറ്റ് ഈസ് സോഹബ് ഖാദ്രി. പ്രൂഫിൽ അതൊന്നും സംഭവിക്കില്ല. എനിക്ക് അവനെ ഒന്ന് നേരിട്ട് കാണണം. രാജു, മെഡിക്കൽ ഷോപ്പിലേക്ക് വാ. സഹാറ ഡെസേർട്ട്. റാൻഡം ലൊക്കേഷൻ കാണിക്കും. സഹാറ ഡെസേർട്ട് എന്തിനാ? വിയറ്റ്നാം, ചൈന, എത്യോപ്യ, അതിനെന്തും കാണിക്കാൻ കഴിയും. ഞാനും ഇത് തന്നെ ചെയ്ത്. ടോൾ ബ്രദർ യൂസ് ചെയ്ത് മാസ്ക് ചെയ്യാൻ പറ്റും. സോ അതിൽ ഫിക്സ് പാറ്റേൺ കാണില്ല. കണ്ടിന്യൂസ്ലി ഹാപ്പസാഡ് ആയിക്കൊണ്ടിരിക്കും ആൻഡ് റാൻഡം ലൊക്കേഷൻ കാണിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, എനിക്ക് കണ്ടിന്യൂസ്ലി പിൻ ചെയ്യണം ടു ദ സോഴ്സ് അഡ്രസ് ആൻഡ് വെയിറ്റ് ഫോർ ഹിം ടു കമ്മിറ്റ് മിസ്റ്റേക്ക്. ബട്ട് വിൽ ഹി? ഡോണ്ട് നോ. Then make him commit a mistake. On it.
He is already dead, sir. Okay. സമയം 6 മണിയായി. അവൻ ഇതുവരെ വന്നില്ല. പക്ഷെ സർ, രാജു ഓക്കെ സർ. എന്ത് പറ്റി? ചീഫ് മിനിസ്റ്ററിന്റെ ഓർഡറാണ്. രാജുവിന്റെ ഗൺ എക്സാമിനേഷൻ എത്ര നാളുണ്ടോ അത്ര നാൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സസ്പെൻഡ്. അയ്യോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇതുവരെ സൊഹാബ് ഖാദ്രിയാണ് പ്രധാന പ്രതിയെ നമ്മൾ പരിഗണിച്ചിരുന്നത്. അവൻ ഉറപ്പായിട്ടും ഒരു ബ്ലോഗറാണോ? അല്ലെങ്കിൽ അയാളുടെ പിന്നിൽ മറ്റാരുടെയെങ്കിലും കൈകളുണ്ടോ? അവൻ ബ്ലോഗർ മാത്രമല്ല. ആ, ഒരുപക്ഷെ അയാൾ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്തിരിക്കാം. പക്ഷേ ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ മറ്റൊരാളുടെ കയ്യിലാണ്. അതിനാൽ വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് അറിയാൻ കഴിയില്ല. കുറച്ച് നേരത്തെ എത്തിയിരുന്നില്ലെങ്കിൽ സാർ, ഒരു മുടിയുടെ വ്യത്യാസത്തെ നഷ്ടമായി. ഹലോ, എന്താ നിങ്ങൾ ഇന്നലെ രാത്രി തിരികെ വരാഞ്ഞേ? ഞാനിപ്പം ഡോക്ടർ ബാനർജി ചേംബറിലാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എന്തുപറ്റി? ഡോക്ടർ ബാനർജി? കുമാർ വിക്രമിന്റെ കോഡ് നെയിമാണിത്. മെഡിക്കൽ വാർഡ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങളിങ്ങനെയാണ് സംസാരിക്കുന്നത്. അതിനാൽ ഞങ്ങൾ പറയുന്നത് മറ്റാർക്കും ഒന്നും മനസ്സിലാവില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ വിളിക്കുക. ശരി. എനിക്കൊന്ന് വിളിക്കാൻ പറ്റുമോ? ഇവിടുള്ളവരല്ലാതെ മറ്റാർക്കും ഈ സ്ഥലം അറിയരുത്. നീ ഇവിടെ എന്ത് ജോലി ചെയ്യുന്നേ? ഞാൻ ജോലി ചെയ്യുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? വേറെ ആരാ പറയാ? ചേച്ചി പറഞ്ഞു. അങ്ങനെയാ നീ കൊൽക്കത്തയിലാന്ന് ഞാൻ മനസ്സിലാക്കിയത്. എക്സ്ക്യൂസ് മീ, ബില്ല്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി? അതെ, പാടില്ലേ? നീ എന്താ ചെയ്യുന്നേ? ബാക്ക് ഓഫീസ് ജോബ്. വേറെ എന്ത് ചെയ്യാനാ? ദൈവത്തിന് നന്ദി, നീ ഇവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കണ്ടുകൂട്ടി. അവിടെ വെച്ച് നീ എന്നോട് മിണ്ടാറ് പോലും ഇല്ലല്ലോ. ഇന്ത്യയിലേക്ക് സന്ദർശിക്കാൻ എത്തിയിരുന്നു. സാർ, പിൻ നമ്പർ പ്ലീസ്. തരൂ. നിന്റെ ഡാൻസ് ഷോ എന്നാ? അതെ, വിഷയം മാറ്റാൻ ശ്രമിക്കല്ലേ. ഞാൻ വിഷയം മാറ്റുമല്ല. ബൈ ദ വേ, നിന്നെ കുറിച്ച് കൗശിക് എന്നൊരാൾ എന്നോട് ചോദിച്ചിരുന്നു. സാർ, പിന്നെ വേറെ ഐസോ. കൗശിക്? ആ, എന്താണ് ചോദിച്ചത്? നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമ്മൾ തമ്മിൽ എത്ര കാലം പരിചയം ഉണ്ടെന്നൊക്കെ ചോദിച്ചു. സാർ, കാർഡ് എടുക്കുന്നില്ല സാർ. എന്റെ ബാങ്ക് എങ്ങനെ എംപ്റ്റി ആകും? നോക്ക്, ലെറ്റ്സ് സീ. നോക്ക്. നിങ്ങൾക്കുണ്ടോ? ആ, ഇതെന്താണ്? എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ ഇപ്പൊ എന്ത് ചെയ്യും? 500. കൗശിക് എന്ത് പറഞ്ഞു? അതെ, നിന്നെ എനിക്ക് എത്ര കാലമായിട്ട് അറിയാം. എന്റെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ ഇടയിൽ. ആൻഡ് ഓൾ ദീസ് തിങ്സ് ലൈക്ക് അബൌട്ട് യു. അയ്യോ, എന്റെ ബാങ്ക് ബാലൻസ് 0 ആയി. വാട്ട്? യെസ്. നോക്ക്, നാശം. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെയും പോയിരിക്കുന്നു. ഇതെങ്ങനെ പോസിബിൾ ആയി? അങ്ങനെ തന്നെയായി. എന്ത് പറ്റി? ഫോണിൽ നിനക്കും അങ്ങനെയാണോ? ഹൗ ഇറ്റ്സ് പോസിബിൾ? വാ വാ വാ, ഇപ്പം തന്നെ വാ. എന്തു പറ്റി? എങ്ങോട്ടാ? ബാങ്കിനെ വിളിക്കാൻ ശ്രമിക്കുക. ബാങ്കിനെ വിളിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അക്കൗണ്ട് നോക്കൂ. എന്റെ അക്കൗണ്ടിൽ ചെറിയ പ്രോബ്ലം ഉണ്ട്. ഒന്ന് വേഗം ചെക്ക് ചെയ്യും. ഓക്കെ, ചെക്ക് ചെയ്യാം. നീ എന്തിനാ കരയുന്നേ? ബാങ്ക് അക്കൗണ്ട് 0 കാണിക്കുന്നുണ്ടെങ്കിൽ അത് ബാങ്കിന്റെ വല്ലതും തെറ്റായിരിക്കും. ഞാൻ പറയുന്നത് കേക്ക്. നീ അവരെ വിളിക്കുക, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരുമ്പോൾ അവരെ വിളിക്കാം. പെട്ടെന്ന്, ബാങ്ക് അക്കൗണ്ട്സ് ഹാക്ക് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. എന്താ ഇതെന്താണ്? എവിടാരാ? ഇങ്ങോട്ടേക്ക് വരാൻ പാടാ നിങ്ങൾക്ക് അറിയില്ലേ? ഇതൊരു ലോക്കൽ ക്രിക്കറ്റ് ടീമല്ല. ബാറ്റുള്ള ആർക്കും വന്ന് കളിക്കാനായിട്ട്. ഇത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ആണ്.
നിങ്ങളും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങള് യു വർക്ക് ഫോർ ദം? യെസ്. അത് അവൻ എന്റെ അടുത്ത് വന്നത്. ദിസ് ഇസ് എ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഓൺ എ സീക്രട്ട് മിഷൻ. പിന്നെ അവരാണ് എന്നെ അപ്പോയിന്റ് ചെയ്തത് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഞങ്ങളുടെ ടീമിൽ ഒരാൾ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ ചെക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. ഫെയർ എനഫ്. സോ ഈ ആർഗ്യുമെന്റ് നിർത്തി ക്യാൻ വി പ്ലീസ് ഗെറ്റ് ബാക്ക് ടു വർക്ക് പ്ലീസ്? ദർ ഇസ് എ ക്രൈസിസ്. മിഥാലി മജുംദാർ, ഡോട്ടർ ഓഫ് സ്വപൻ ആൻഡ് സോമ മജുംദാർ, താന ഹിൽ ടോപ്പ് കലിംപോങ്. അതിനടുത്തൊരു ചെറിയ വീടുണ്ട്. മാതാപിതാക്കൾ രണ്ടുപേരും അധ്യാപകരാണ്. അവരുടെ ഹോബി കാരണം അവർ ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കി. പൂന്തോട്ടത്തിൽ ഒരു നീല ഗേറ്റുണ്ട്. അതിനുള്ളിൽ ഡോഡോ കളിക്കുന്നു. അവളുടെ പാഗ്. നിങ്ങൾ കൊൽക്കത്തയിൽ വന്ന ഡാൻസ് പ്രോഗ്രാം ക്യാൻസൽ ആക്കാം, കാരണം റെമോ ഇവിടുന്ന് പോകുന്നത് വരെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. യു ക്യാൻ മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. ഗെറ്റ് ബാക്ക് ടു വർക്ക് നൗ. ചീഫ് മിനിസ്റ്റർ, Get back to work. Vicky, I am starting the scans. Start with the IP. ഈ സ്ഥലങ്ങളൊക്കെ എഫക്റ്റഡ് ആണ്. മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഹാക്ഡ്. എല്ലാ ബാങ്കുകളും. യെസ്, ബാങ്ക് സെക്യൂരിറ്റിയാണ് സേഫസ്റ്റ്. അവരെങ്ങനെ ഹാക്ക് ചെയ്തു? നത്തിങ് ഇൻ ദിസ് വേൾഡ് ഇസ് 100% സെക്യൂർഡ്. ഇവിടെ ഒരു ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് അറ്റാക്കാണ് നടന്നിട്ടുള്ളത്. ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇതെങ്ങനെ സംഭവിച്ചു? ഇവിടെ അറ്റാക്കർ ആദ്യം ഒരു വെബ് ആപ്ലിക്കേഷനാണ് ഉണ്ടാക്കുന്നത്. നൗ തിങ്ക് ഓഫ് ദിസ് ആസ് എ വെബ് ആപ്ലിക്കേഷൻ. ഓക്കെ, നൗ ഇവിടെ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പം അവനൊരു ഹാംഫുൾ കോഡ് ഉണ്ടാക്കുന്നു. സോ ഈ ഹാംഫുൾ കോഡ്സ് ആ ഹോസ്റ്റ് സെർവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ സംഭവിക്കുന്നു അങ്ങനെ. നൗ ഓരോ ബ്രൗസറിൽ ഒരു സൈറ്റ് സ്ക്രിപ്റ്റ് കാണും. ഈ സൈറ്റ് സ്ക്രിപ്റ്റിൽ ഓൾഡ് കോഡ്സ് അക്സെപ്റ്റ് ചെയ്യാൻ ഇറ്റ് നീഡ്സ് ടു ബി ട്രസ്റ്റഡ്, അല്ലെങ്കിൽ സൈറ്റ് സ്ക്രിപ്റ്റ് എടുക്കില്ല. സോ നൗ അവനത് എങ്ങനെ ചെയ്യുന്നു? ദാറ്റ്സ് വെയർ ദ ഫൺ ഈസ്. അവൻ ആ കോഡ് പ്രോഗ്രാം ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലാണ്. മൊബൈൽ ക്രോസ് കണക്ഷൻ എങ്ങനെയാണോ അങ്ങനെ. അതുപോലെ അവൻ്റെ കോഡ്സ് ട്രസ്റ്റഡ് ആകുന്നു. അങ്ങനെയാണ് ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് നടക്കുന്നത്. എന്ത് സ്ക്രിപ്റ്റ്? എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എന്താണിത്? ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. വെബ്സൈറ്റിൽ ഒളിഞ്ഞിരിക്കുന്നവ, നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ചില സ്പെസിഫൈഡ് പ്രോഗ്രാമുകളുണ്ട്. ശരിയാണോ? യാ, എക്സാക്ട്ലി. മെയിൻലി ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത് ടു സ്റ്റീൽ കുക്കീസ്, അതായത് ഇന്റർനെറ്റിന്റെ ആധാർ എന്ന് പറയാം. സോ വൺസ് ഐ സ്റ്റീൽ ദാറ്റ്, അത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഇൻഫോർമേഷൻ എടുക്കാൻ പറ്റും. ബാങ്ക് ആവാം, ഹോസ്പിറ്റൽ ആകാം, ഏത് ഡീറ്റെയിൽ ആയാലും റെക്കോർഡ്സ് ആയാലും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡസൻറ്റ് മാറ്റർ. എന്നാൽ പൈസ എവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ദാറ്റ്സ് വാട്ട് ഐ എം കൺഫ്യൂസ്ഡ്. അതായത് എവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നതൊന്നും മനസ്സിലാവുന്നില്ല. അവർക്ക് കൈമാറാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും അവരത് ചെയ്യുന്നില്ല. അവൻ ഡീറ്റെയിൽസ് എടുത്തിട്ട് എല്ലാ കസ്റ്റമേഴ്സും ഒരുമിച്ച് SMS അയക്കുന്നു. വാർണിംഗോ? റിസ്റ്റോർ നിങ്ങൾ എങ്ങനെ ചെയ്യും? എനിക്കറിയില്ല. ഐ മീൻ, ഏത് സ്ക്രിപ്റ്റാണ്? പൈത്തൺ. യെസ്, പൈത്തണിന്റെ കോഡ്സ് ഡെവലപ്പ് ചെയ്ത് സിസ്റ്റത്തിൽ ഇൻജെക്ട് ചെയ്താൽ പിന്നെ അത് നടക്കും. ലെറ്റ് മീ ട്രൈ വൺസ്. ഇതിന് എത്ര സമയം എടുക്കും? 1 സെക്കൻഡ്. Done. Yes, Python is working.
ഗൈസ്, രാജു ഹാസ് ബീൻ ക്ലിയർഡ്. റെസ്യൂം മിഷൻ. ബട്ട് സാർ, ഞങ്ങൾ കൂടുതൽ ലീഡുകളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ മുമ്പോട്ട് പോകും? അതിനുവേണ്ടിയല്ലേ ഞാൻ നിങ്ങളെയൊക്കെ റിക്രൂട്ട് ചെയ്തത്. ഓക്കെ സാർ, വി ആർ ഓൺ ഇറ്റ് സർ. ഇയാളാ കുമാർ വിക്രം? അതെ, ഓഫീസർ ജനറൽ, സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. ആ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ വഴി കുടുങ്ങിയിരിക്കുക. ഒരു സൊല്യൂഷൻ എങ്ങനെ ലഭിക്കും ദൈവത്തിനറിയാം. വീണ്ടും ചെക്ക് ചെയ്യേ. എന്താ? അല്ല, അതായത് ഞങ്ങളുടെ കണക്ക് ടീച്ചർ ഇത് പറയായിരുന്നു. കണക്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആദ്യം മുതൽ ചെക്ക് ചെയ്ത് നോക്കണമെന്ന്. ഏതെങ്കിലും സ്റ്റേജ് തെറ്റിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി വീണ്ടും ചെക്ക് ചെയ്യണം. നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. സോറി. ഗുഡ് ഐഡിയ, ഗുഡ് ഐഡിയ. ഇന്ത്യയിലെ 7 സ്ഥലങ്ങളിലെ 7 മർഡർ. എല്ലാവരും ഹാക്കർമാരാണെന്ന് സംശയിക്കുന്നു. നിങ്ങൾ സംശയിക്കുന്ന 2 പേരിൽ ഒരാൾ, അതായത് യാക്കൂബ് ഖാൻ പാകിസ്ഥാനിയാണ്, ഷുഐബ് ഖാദ്രി ഇസ്രേലിനാണ്. പക്ഷേ ഷുഐബ് ഇപ്പോൾ, അതായത് യാക്കൂബ് ഖാൻ ഇപ്പോൾ എവിടെയാണ്? യാക്കൂബ് ഖാൻ ലിവർ ചികിത്സയ്ക്ക് വേണ്ടി ചെന്നൈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ്. കൗശിക്, നിങ്ങളുടെ ആളെ ഉടൻ ചെന്നൈ ഹോസ്പിറ്റലിലേക്ക് അയക്കുക. എനിക്ക് ചെക്ക് ചെയ്യണം. Dear cousin Muscle, I am having serious trouble with Tom. യാക്കൂബ് ഖാൻ, സർ. നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ ചികിത്സയ്ക്ക് വന്നതാണോ? യെസ് സർ, സസ്പെക്ട് ഈസ് സ്റ്റിൽ അണ്ടർഗോയിങ് ട്രീറ്റ്മെന്റ്. I want to see his face. നിങ്ങൾ ആരാണ്? എന്റെ പേര് യാക്കൂബ് ഖാൻ. ഞാൻ പാകിസ്ഥാനിൽ നിന്ന് എന്റെ ട്രീറ്റ്മെന്റിനായി ഇവിടെ എത്തിയതാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആളിന്റെ കയ്യിൽ തോക്കുണ്ട്. ഇനി സത്യം പറ. സർ, എന്നെ ദയവായി ഒന്ന് ഒഴിവാക്കൂ. എന്റെ പേര് വെങ്കിട്ട്. ഞാൻ സാധാരണ ഒരു ആക്ടർ മാത്രമാണ്. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു ദിവസവും എനിക്ക് 2000 രൂപ തരാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ സാറിന് ഇവിടെ വന്ന് താമസിച്ചത്. റമു, നീ എനിക്ക് യാക്കൂബ് ഖാന്റെ എക്സാക്ട് ലൊക്കേഷൻ ട്രേസ് ചെയ്താ. ഓക്കെ. കൗശിക്, യാക്കൂബ് ഖാന്റെ ഫോട്ടോ നിങ്ങളുടെ ഏജന്റ്മാർക്ക് അയച്ച് കൊൽക്കത്ത മുഴുവൻ സ്കാൻ ചെയ്ത് അവനെ കണ്ടെത്താൻ പറ. ആൻഡ് രാജു, try and find him in Kolkata. If you find him, start trailing him and inform us. എന്താ വെറും കൈയോടെയോ? താങ്ക് യു സർ. ഇത് എന്താ സംഭവിക്കുന്നത്? പക്ഷെ ഇതൊക്കെ അയ്യോ. ഹലോ, സോറി, വാട്ട് നോൺസെൻസ്, റോങ് നമ്പർ. ഹലോ, ദിസ് ഇസ് റോങ് നമ്പർ, പ്ലീസ്. എന്റെ മെയിൽ ഓപ്പൺ ആവുന്നില്ല. അത് ഞാൻ കേൾക്കുന്നു. അവനെ കണ്ടെത്തിയോ? രമു, കൃത്യസമയത്ത് നെറ്റ്വർക്ക് ഓഫായി. ഇപ്പോഴാണ് യാക്കൂബ് ഖാന്റെ മൂവ്മെന്റിനെ കുറിച്ച് ഒരാൾ എന്നോട് Look at this. ഞങ്ങൾ കണ്ടോ? ആരോ എനിക്ക് വൾഗർ മെസ്സേജസ് അയച്ചിട്ടുണ്ട് നടന്നേ? സോഷ്യൽ നെറ്റ്വർക്കില്. അവനറിയാമോ? അത് നല്ല രീതിയിൽ പറഞ്ഞ താരമായിരുന്നു. ഫേസ്ബുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ലോഗിൻ ചെയ്ത് നോക്ക്. അങ്ങനെയാണെങ്കിലല്ലേ ലോഗിൻ ചെയ്യാൻ പറ്റൂ.
Guys, it's a massive social network hack. ഹാക്കർ ഇവിടെ മൾട്ടിപ്പിൾ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി അത് പലയിടങ്ങളിലായി ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ലൈക്ക് ഗെയിം ലൈക്ക് ആപ്ലിക്കേഷൻസ്, അതായത് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ ഹൗ മച്ച് ലവേഴ്സ് ഡു യു ഹാവ്, വാട്ട് യു ഫേസ്ബുക്ക് പ്രൊഫൈൽ സേസ് അബൌട്ട് യു, എക്സെട്ര എക്സെട്ര. ആൻഡ് എപ്പോഴൊക്കെയോ യൂസേഴ്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പം ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്യുമ്പം അപ്പോഴാണ് അവരുടെ ലോഗിൻ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യും? ലെറ്റ്സ് സീ. ഞാൻ ഫേസ്ബുക്കിന്റെ ഹോസ്റ്റ് സെർവർ ഹാക്ക് ചെയ്ത് PHP പേജ് കൂടുതൽ എഴുതി നോക്കട്ടെ. അതുവഴി ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ബാക്ക് ഓൺ ട്രാക്ക്. നമുക്ക് നോക്കാം. കൗശിക്, നിങ്ങളുടെ ഏജന്റ്മാർ എന്തെങ്കിലും വിവരം അയച്ചോ? യെസ്, ഐ ആം ട്രൈങ് ടു റീച്ച് ദം. യാ. ഹലോ, അതെ. എപ്പോൾ? എവിടെ? ഒരു നിമിഷം. അതെ, പറയൂ. ശരി, യാക്കൂബ് ഖാൻ. അവനെ കണ്ടെത്തിയോ? എവിടെ? അത് ഞാൻ കേൾക്കുന്നു. പറയൂ. കൃത്യസമയത്ത് നെറ്റ്വർക്ക് ഓഫായി. ഇപ്പോഴാണ് യാക്കൂബ് ഖാന്റെ മൂവ്മെന്റിനെ കുറിച്ച് ഒരാൾ എന്നോട് പറയുന്നത്. എന്നാൽ കണ്ടോ? ഇല്ല, എത്ര ഡീറ്റെയിൽസ് കിട്ടിയുള്ളൂ? ആ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയായിരുന്നു. ഇന്ന് വരുമെന്ന് അവർ പറഞ്ഞായിരുന്നു. ഡൺ. എവറിഥിങ് ഈസ് ബാക്ക് ഓൺ ട്രാക്ക്. ഇനി പേടിക്കാനൊന്നുമില്ല. നോ, വി ആർ നോട്ട്. നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. ഹലോ, കിൽ. You have to do something real fast. ഹലോ, വിക്കി. നമ്മുടെ അടുത്തുള്ള പിക്ചേഴ്സ് റീചെക്ക് ചെയ്ത് കോമൺ ഫാക്ടേഴ്സ് കണ്ടെത്താൻ പറ്റുമോ നോക്ക്. ഹലോ, ശരി. പിന്നെ റെമോ, യാക്കൂബ് ഖാന്റെ IP അഡ്രസ് ട്രാക്ക് ചെയ്യാൻ പറ്റിയോ? നോട്ട് യെറ്റ്. അവൻ കണ്ടിന്യൂസ്ലി IP മാസ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഐ എം ട്രൈങ്. യാക്കൂബ് ഖാൻ, നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടുന്നുണ്ടോ? കേൾക്കാം, പറയൂ. എന്ത് ചെയ്യാൻ? എങ്ങനെയോ അവനെ കിട്ടിയതായിരുന്നു. കുറച്ചു നേരം കൂടെ അവൻ സംസാരിച്ചില്ല. അവന്റെ മൂവ്മെന്റ് എന്താണെന്ന് അറിയായിരുന്നു. പക്ഷേ കട്ടായി. നോക്ക് നീ. എന്റെ ഫോണിൽ നെറ്റ്വർക്ക് ഉണ്ടോ? ഇല്ല, എന്റെ ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല. വിക്കി, ഗോ ചെക്ക്. ടവർ ഉണ്ടോ? ചെക്ക് ചെയ്ത് നോക്കിയേ. ചെക്ക് ചെയ്യ. ഇത് കണ്ടോ? ഇല്ല, നോക്കിയേ. അങ്ങോട്ട് നോക്ക്. ഒന്ന് വിളിച്ചു നോക്കിട്ട് പറ എന്ത് പറ്റിയെന്ന്. എന്ത് പറ്റി? ഒന്നും നടക്കുന്നില്ല. ഹലോ. അയ്യോ, ടവർ കിട്ടുന്നില്ലല്ലോ. പേടിക്കല്ലേ, 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 ഞാൻ നോക്കട്ടെ. പേടിക്കല്ലേ, നോക്കട്ടെ. ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. കരയല്ലേ, കരയല്ലേ, ഞാൻ നോക്കട്ടെ. ഇങ്ങോട്ട് 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 നോക്കിക്കേ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ നോക്കട്ടെ. അയ്യോ, ഈ സമയത്ത് നെറ്റ്വർക്ക് കിട്ടുന്നില്ല. റമോ, എന്താ വഴി? അവനൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫുൾ ടെലിഫോൺ സർവീസ് ജാം ആക്കി. ആൻഡ് ഹൗ ആർ വി ഗോയിങ് ടു ക്ലിയർ ഇറ്റ്? ഐ ഡോണ്ട് നോ. ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് യാക്കൂബ് കണ്ടിന്യൂസ്ലി ഓൺലൈനിനെ ബ്ലോക്ക് ചെയ്യുന്നു. ജസ്റ്റ് ഗിവ് മി എ മിനിറ്റ്. He might be the best, but not Shadow Spinner.
റിയലി ഇതൊരു Give കൺഫ്യൂസിംഗ് me a സിറ്റുവേഷൻ. few minutes. ക്ലിയർ ചെയ്യാൻ പറ്റുമോ? Come on. യെസ്, ഓരോ വിവരങ്ങൾ എനിക്ക് മെയിൽ ചെയ്യുക. ഐ നീഡ് എ വെരി ഡീറ്റെയിൽ ജസ്റ്റ് ഈസ് ദാറ്റ് നത്തിങ് ഈസ് മിസ്ഡ് ഔട്ട്. ഓക്കെ, ഹാ, ഞാൻ പറയുന്നല്ല it seems everything is under control. Nothing is under control. ഈ കേസ് തീരുന്നതുവരെ ഒന്നും നിയന്ത്രണത്തിലല്ല. കൗശിക്, നിങ്ങളുടെ ഏജന്റുമാരെ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് യാക്കൂബ് ഖാന്റെ വെയർ അബൌട്ട്സ് ഡീറ്റെയിൽസ് വേണം. ഐ ആം ഓൺ ഇറ്റ് സാർ. ഈ ബാഗ് ഒരിക്കലും പിങ്ക് നിറത്തിൽ വരത്തില്ല. സ്ത്രീകൾക്ക് എപ്പോഴും പിങ്ക് കളറെ കാണൂ. അല്ല, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. സത്യമായിട്ടും പ്രത്യേകിച്ച് ഈ ബ്രാൻഡിന്റെ ഈ ഡിസൈൻ പിങ്ക് നിറത്തിൽ വരത്തില്ല. ദൈവമേ, നിങ്ങൾക്ക് ഇത്ര നിറങ്ങൾ കാണാൻ പറ്റുമോ? ഞാൻ കുറച്ചു ദിവസം മുമ്പ് ചെക്ക് ചെയ്തതാ. എനിക്കറിയാം, ഞാൻ അവരുടെ കളക്ഷൻ ഫോളോ ചെയ്യുന്നതാ. ഈ ബാഗ് പിങ്ക് നിറത്തിൽ വരത്തില്ല. ആണോ? ഇവിടെ എന്ത് പറ്റി? ഞങ്ങൾ ഈ ബാഗിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. ബാഗിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇല്ല, അതായത് ഞാൻ പറഞ്ഞു വന്നത് ഈ ബാഗ് ഒരിക്കലും പിങ്ക് നിറത്തിൽ വരില്ല. 1 minute. Are you sure? ആ, ഞാൻ കുറച്ചു മുമ്പ് ചെക്ക് ചെയ്ത് നോക്കിയതാ. നോക്ക്. അവനെ നിരന്തരം അന്വേഷിച്ച എന്റെ ഏജന്റ് ഇന്നലെ യാക്കൂബ് ഖാനെ തിരിച്ചറിഞ്ഞു. നമുക്ക് അവനെ ഉടൻ ട്രാക്ക് ചെയ്യണം. ഇതാണ്. Are you sure it's യാക്കൂബ് ഖാൻ? അത് റീചെക്ക് ചെയ്ത് നോക്കി. ഈ ബാഗ് സൈറ്റിലില്ലേ? ഷുവർ ആണോ? CCTV ദൃശ്യങ്ങൾ അതെ. അവനെല്ലാം പരിശോധിച്ചു. അത് ഇപ്പം യാക്കൂബ് തന്നെ ഖാനാണെന്ന് ബാക്കിയുള്ള ഉറപ്പാണ്. ഹാർഡ് ഡിസ്കിൽ ഈ പിക്ചർ ഉണ്ടോ നോക്കണം. ഏത് ഫോട്ടോ? ആ ബാഗിന്റെ. 1 second. എനിക്കിപ്പോൾ യാക്കൂബ് ഖാനെ കുറിച്ചുള്ള എല്ലാ That ഡീറ്റെയിൽസും bag. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ആ, എല്ലാ ഡീറ്റെയിൽസും എനിക്ക് ഉടൻ അയക്കുക. അവ എനിക്ക് മെയിൽ ചെയ്യുക. എനിക്ക് അയക്കൂ. എനിക്ക് ഉടൻ അയക്കുക കേട്ടോ. ഉടനെ എന്റെ ലാപ്ടോപ്പിലേക്ക് അയക്കാം. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹൂക്ക് ഉപയോഗിച്ചോ വളച്ചൊടിച്ചോ നമുക്ക് അവനെ ട്രാക്ക് ചെയ്യേണ്ടി വരും. ദയവായി കാലതാമസം വരുത്തരുത്. അവൻ എപ്പോൾ വേണമെങ്കിലും രക്ഷപ്പെടും. ഞാൻ പറയുന്നല്ല നിനക്ക് മനസ്സിലാവുന്നത്. എല്ലാം എമർജൻസി കാര്യങ്ങളാണ്. ഒന്നിനും ഒരു വീഴ്ച വരുത്തരുത്. ആ, നീ എനിക്ക് ആ ഫോൺ തന്നെ. ഓക്കെ. You need to tell him now. Got it. Report to Kaushik. ഈ പിക്ചർ, ഈ പിങ്ക് കളർ ബാഗിന്റെ പിക്ചർ, ഇത് 7 ഹാർഡ് ഡ്രൈവിലും ഉണ്ട്. യു ഷുവർ? എങ്ങനെയാണ്? അതായത് ഈ പിക്ചറിൽ എന്താണ്? A few minutes. I will say to you. I will watch it. Yeah, inform me everything. One second. എനിക്ക് 1 മണിക്കൂർ റിപ്പോർട്ട് വേണം. Okay, all right. Shit. എന്ത് പറ്റി? What happened? It's a kill switch. What? For what? He's trying to shut the country's internet down. My God. എന്ത്? ഇന്റർനെറ്റ് നിർത്തിയാലേ എല്ലാം ആകെ പ്രശ്നമാവും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും റമോ? ജസ്റ്റ് വെയിറ്റ്. നമ്മുടെ കയ്യിലുള്ള ഈ 7 ഹാർഡ് ഡ്രൈവിൽ ഈ 7 ഫോട്ടോസ് അല്ലേ ഉള്ളത്. സോ എന്റെ കയ്യിൽ കിൽ സ്വിച്ചിന്റെ എക്സാക്ട് കോഡ് ഉണ്ട് ഈ 7 പിക്ചേഴ്സിന്റെ. സോ ഐ കൻ ഡെവലപ്പ് അനദർ കോഡ്. അത് കിൽ സ്വിച്ചിന്റെ ആന്റിഡോട്ട് ആണ്. സോ അവനൊപ്പം കിൽ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഞാൻ തയ്യാറാക്കിയ കോഡ് ആ കിൽ സ്വിച്ച് ഡിസേബിൾ ചെയ്യും. എത്ര സമയം എടുക്കും? ടൈം ഈസ് വെരി അൺസർട്ടൻ ടു സേ. ഐ എം ട്രൈങ് ഫാസ്റ്റ് ആസ് ഐ ക്യാൻ. സാർ, നികിത ചേച്ചി വന്നിട്ടുണ്ട്.
എന്ത് പറ്റി? എന്താ നിങ്ങൾ ഇന്നലെ ഫോണിൽ കിട്ടാഞ്ഞേ? അതൊരു നെറ്റ്വർക്ക് പ്രശ്നമുണ്ടായിരുന്നു. എന്ത് പറ്റി പറ. നിന്നെ ഫോണിൽ കിട്ടാത്തതുകൊണ്ടാ ഞാൻ ഇവിടെ വന്നത്. നീ എനിക്ക് വേണ്ടി ടെൻഷൻ എടുക്കണ്ട, നീ വീട്ടിൽ പോക്കോ, ഞാൻ പിന്നെ വരാം. ഞാൻ പോകില്ല. അത് ചെയ്യണ്ട, അതല്ലേ ഞാനും പറഞ്ഞേ. നീ വല്ലതും കഴിച്ചോ? ഇല്ല. എന്നെ ഓർത്ത് ടെൻഷൻ എടുക്കണ്ട, നീ വീട്ടിൽ പോക്കോ, ഞാൻ പിന്നെ വരാം. നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? എന്റെ കൂടെ വാ. ഡോക്ടർ ബാനർജിയുമായി ചില മെഡിസിൻസിനെ കുറിച്ച് സംസാരിക്കുക. ഞാൻ വൈകും. നീ ചേച്ചിയെ വീട്ടിലേക്ക് വിട്ടേരെ. യാക്കോബിന് എങ്ങനെ ഈ 7 കോഡ് കിട്ടിയത്? എക്സാക്ട്ലി. പ്രൊട്ടൺ മെയിൽ? ഐ തിങ്ക് സോ. ഓക്കെ. 1000 അടി താഴെയാണ് സെർവർ സ്ഥാപിച്ചിരിക്കുന്നത്. അത് ട്രാക്ക് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാ വിവരവും അറിയാം. എന്റെ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് എന്താ കാര്യം എന്നോട് പറയാത്തത്? എന്ത് പറ്റി? ഗംഗേട്ടൻ വിളിച്ചിരുന്നു. ഗംഗേട്ടൻ വീട്ടിലില്ലായിരുന്നു. ചേച്ചി അവരെല്ലാരും കൂടി ക്രൂരമായി വെടിവെച്ച് കൊന്നു. അവർക്കെല്ലാം അറിയാമായിരുന്നു. ആരും ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. ആരും എന്നോടൊന്നും പറഞ്ഞില്ല. ഓക്കെ. റെമോ, 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 ഞാൻ ഒന്നും ചെയ്യില്ല. സ്വർഗം വെട്ടിക്കാ നിങ്ങളോട വാതിൽ പടിയിൽ തലകുനി ഹുക സ്വർഗം വെട്ടിക്കാ പട്ടിണി കുന്നു നിങ്ങളോട അനുഗ്രഹങ്ങളോടെ സുഗന്ധത്തിൽ നീ അങ്ക സ്വർഗത്തിലേക്കാ പോകുന്നു.
മനസ്സിലാണ് ഞാൻ എവിടെ പോവും വളരാസുസ്ഥാനായി എന്റെ ഹൃദം കരയാനാ പ്രഭാതമാണ് രക്ഷകനാണ് എനിക്ക് നിന്നെ കണ്ടെത്താൻ കീരിനില്ല നഷ്ടപ്പെട്ട ലോകം മരുഭംഗം കാണത്താൻ കരില്ല ആരു കൽവനിരിക്കുന്നു കാണത്താൻ കരില്ല ആരു കൽവനിരിക്കുന്നു ആലി എന്റെ ഖ്വാജ മാത്രമാണ് ആലി എന്റെ ഖ്വാജ മാത്രമാണ് മോലാ റമോ, എനിക്ക് അച്ഛനുമായി ഒരിക്കലും നല്ല ബന്ധമുണ്ടായിരുന്നില്ല. അച്ഛൻ എന്നെ ഒരിക്കലും കെട്ടുപിടിച്ചതായി ഞാൻ ഓർക്കുന്നില്ല. 5 വർഷം മുമ്പ് ഞാൻ വിദേശത്തായിരുന്നപ്പോൾ അച്ഛൻ മരണക്കിടക്കയിലാണെന്ന് ഞാൻ അറിഞ്ഞു. അച്ഛൻ പറഞ്ഞു, നിനക്കെന്റെ മകനെ ഒന്ന് വിളിക്കാമോ? എന്നെ ആശ്ലേഷിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. എനിക്ക് എന്റെ സ്റ്റേഷൻ വിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. Because country comes first. Ramu, this is who we are. And I believe you are one of us. Okay, I'll do it. പക്ഷെ എനിക്ക് യാക്കൂബിനെ വേണം. സമയം വളരെ കുറവാണ്. റെമോ, ഞങ്ങളുടെ കയ്യിൽ അധിക സമയമില്ല. അറ്റാക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. എന്തിനാണ് യാക്യൂബ് ഇപ്പോൾ വേൾഡ് ഇന്റർനെറ്റിൽ ബിസിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഇറ്റ്സ് ഹാർഡ്ലി എ മാറ്റർ ഓഫ് ടൈം. അവന്റെ പ്രസന്റ് ലൊക്കേഷൻ ഹൗറ. അവനവന്റെ ലൊക്കേഷൻ മാറിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. All set. Sent. ഇനിയിപ്പോ നിങ്ങളുടെ പ്രോമിസിന്റെ ഊഴമാണ്. കൗശിക്, ഫാസ്റ്റ്. ഹൗറ. ഗുഡ് ലക്ക്. മുംബൈയിൽ നിന്ന് എടുത്തോട്ട്. ഇവിടെ തന്നെ.
പ്രതി അവിടുന്ന് പോകാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ വലതുഭാഗത്തേക്ക്. ആ ശരിയാ. റൈറ്റ് ടു ലെഫ്റ്റ്, റൈറ്റ് ടു ലെഫ്റ്റ്. എല്ലാ സൈബർ കാഫേയിലും ഇന്റർനെറ്റ് ആക്സസ് നിർത്താൻ പറയുക. സോ ദാറ്റ് യാക്കൂബ് ഈ സ്ഥലം ട്രേസ് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോ വരാം. നീ എവിടെയാ പോകുന്നേ? കുറച്ച് ജോലിയുണ്ട്. എല്ലാ സൈബർ കഫേയിലും ഇന്റർനെറ്റ് സർവീസ് സ്റ്റോപ്പ് ചെയ്യാം. ആ ഓഫ്. ഹലോ കൗശിക്, കേൾക്കാമോ? എന്റെ ചേച്ചിയുടെ തെറ്റെന്താണ്? ശോഭി നിങ്ങളോട് ആളായിരുന്നു. അവൻ എല്ലാവരെയും വെടിവെച്ചു. ജോലി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവനെ വെടിവെച്ചു. ശോഭി നിങ്ങളുടെ സഹോദരി. എല്ലാവരും കൊളക്ടറൽ ഡാമേജ്. ദാറ്റ്സ് ഇറ്റ്. Now you can be the part of the collateral damage. Hello. സിറ്റി ഓഫ് ജോയ് ഇസ് നൗ സേഫ്. ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു, ആത്മാർത്ഥമായ താങ്ക് യു. നമ്മൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്, അതായത് നമ്മുടെ കൊൽക്കത്തയെ അത്ര എളുപ്പത്തിൽ ആർക്കും ഉപദ്രവിക്കാനാവില്ലെന്ന്. അല്ലേ? ശരിയല്ലേ? Hello, the game is not over.